ദുആ ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നലെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്തതാണ് പരപ്പനങ്ങാടി നാട്ടുവഴികൾ എന്ന ഈ സമ്മേളന ഉപഹാരം. പരപ്പനങ്ങാടിയുടെ ചരിത്രം ചെറിയ തോതിലെങ്കിലും ഒപ്പിയെടുത്ത് മൊത്തത്തിൽ അതൊന്ന് പഠിക്കാൻ ആവശ്യമായ നിലക്കുള്ള ഒരു കൃതി എന്ന നിലക്കാണ് ഈ സൊവനീർ. അല്ലാതെ വെറും ലേഖനങ്ങളുടെ സമാഹാരമാക്കി ഇറക്കിയതല്ല. എല്ലാവരും പരപ്പനങ്ങാടിയുടെ ഈ ചരിത്രം, കഴിഞ്ഞകാല ചരിത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഇത് ഒരു കോപ്പി വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേക വില നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. എന്നാലും ഇത് പ്രിൻ്റ് ചെയ്യാൻ ധാരാളം കാശ് വരുമെന്ന് നിങ്ങൾക്കറിയാം. സ്ഥാപനം ചെലവാക്കിയത് കൊണ്ട് ഒരു 20 25 ഒക്കെ ഉറുപ്പിക, അതിൽ കൂടുതൽ കൊടുത്താലും വിരോധമില്ല. നിങ്ങൾ ഓരോ കോപ്പി കുട്ടികൾ കൊണ്ടുവരുമ്പോൾ ഏറ്റുവാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. നമ്മുടെ ഫാറൂഖ് നഈമിയുടെ പ്രസംഗം ആരംഭിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. نبي الهدى لا تنسني من شفاعتي فإني مسيء مذنب ذو جرائري. ألا يا رسول الله عطفا ورحمة لمسترحم مستنظر للمبارر. ألا يا حبيب الله غوثا وغارة لذي كربة مسودة كالدياجر. ألا يا خليل الله نجدة ماجدي كريم السجايا كاشفا للمعاسر. अपने महबूब को ये खुदा ने कहा, तू जो चाहे तो क़िबला बदल जाएगा, जो है तेरी रज़ा वो है मेरी रज़ा, जो है तेरी रज़ा वो है मेरी रज़ा. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ തഅലീമുൽ ഇസ്ലാം സ്ഥാപനങ്ങളുടെ 25ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള മഹനീയമായ സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ്സും സംരംഭങ്ങളും സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോഴിവിടെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ
ആവശ്യം ഇല്ല. നമുക്കെല്ലാവർക്കും ആവശ്യമായ ഉപദേശങ്ങളും നസീഹത്തുകളുമെല്ലാം ആധികാരികമായി തന്നെ ആദരണീയരായ പേരോട് ഉസ്താദ് അവർകൾ നിർവഹിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർകൾക്കും നമ്മുടെ നേതാക്കൾ, മറ്റു പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ തണലിൽ വിശുദ്ധമായ ദീനിന് സ്വീകാര്യമായ സേവനങ്ങൾ ചെയ്യാൻ നമുക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി മഹാന്മാരായ സാദാത്തുക്കളുടെ ദുആയും ആത്മീയമായ സദസ്സും ഇവിടെ നടക്കാനിരിക്കുന്നു. അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിസമാപ്തി കുറിക്കാം. ലോകത്ത് പ്രധാനമായും രണ്ട് ശക്തികൾ തമ്മിലുള്ള സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പരിശുദ്ധമായ ഇസ്ലാം, രണ്ടാമതായി പ്രസ്ഥാനങ്ങളുടെയും സംഘങ്ങളുടെയും സ്വീകാര്യയോഗ്യമായ പ്രത്യയശാസ്ത്രവുമാണെന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്നതാണ് ശരി. പ്രത്യേകിച്ചും ആദർശപരമായും കർമ്മപരമായും ഇസ്ലാമിക ധാരയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പടിഞ്ഞാറൻ ശക്തികൾക്ക് സുതാര്യമായി അറിയാം വിശുദ്ധമായ ഇസ്ലാം ഏറ്റവും സമഗ്രമായ പ്രത്യയശാസ്ത്രമാണ്. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും എന്ന് പ്രയോഗിച്ചതുപോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ സമഗ്രതയും ആനുകാലിക പ്രസക്തിയുമെല്ലാം ഓറിയന്റലിസ്റ്റുകൾക്ക്, പടിഞ്ഞാറൻ ശക്തികൾക്ക്, ഇസ്ലാമിക വിരുദ്ധ ചേരികൾക്ക് എല്ലാം വ്യക്തമായി അറിയാം. സാധാരണക്കാരായ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഗഹനമായി ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ വിരോധികളാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ ഓരോ നിമിഷവും എന്ന പോലെ പടിഞ്ഞാറ് നിന്ന് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു വാചകം ലഭിച്ചാൽ അത് ഏത് ഗ്രന്ഥത്തിലെ ഏത് പേജിൽ എന്ന് തിരിച്ചറിയാനുള്ള സമഗ്രമായ ഹദീസ് ഇൻഡെക്സ് ഉണ്ടാക്കിയത് ക്രൈസ്തവ ലോകത്തെ രണ്ട് സഹോദരന്മാരാണ്. ഇതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരുപാട് ഗഹനമായ നിരീക്ഷണങ്ങൾ, ഗവേഷണ പഠനങ്ങൾ ഇമാം മഹദിയെ കുറിച്ച്, ദജ്ജാലിനെ കുറിച്ച്, അന്ത്യനാൾ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഇസ്ലാം ഏതൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയോ അതിനെക്കുറിച്ചെല്ലാമുള്ള സമഗ്രമായ ഗവേഷണങ്ങൾ പടിഞ്ഞാറൻ ശക്തികൾ ഇസ്ലാമിക് റഫറൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂഫിസത്തെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് പടിഞ്ഞാറ് നിന്നും ഏറെ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്.
അപ്പോൾ ഇസ്ലാം സമഗ്രമായ ഒരു രീതിശാസ്ത്രമാണ്. പ്രത്യയശാസ്ത്രപരമായി ഇസ്ലാമിനെ അതിജീവിക്കാൻ ഒരു ശക്തിക്കും ഒരു പ്രത്യയശാസ്ത്രത്തിനും സാധ്യമല്ല എന്ന് പടിഞ്ഞാറിനും യൂറോപ്പിനുമെല്ലാം നന്നായി അറിയാം. അതുകൊണ്ട് അവർ ചെയ്തതെന്താണ്? ഇസ്ലാം ശരിയാണ്, സമഗ്രമാണ്, ബുദ്ധിപരമാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായി ഇസ്ലാമിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങളോ അവരുടെ താൽക്കാലികമായ ചില വിലാസങ്ങളോ അതിനെ പരിഗണിക്കാൻ വേണ്ടി അവർക്ക് ഇസ്ലാമിനെ സ്വീകരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ അവർ സ്വീകരിച്ച മാർഗം എന്താണ്? ഇസ്ലാമിനെ അതിജയിക്കാൻ എന്നതുപോലെ ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തിയായ പിശാചിനെ സ്വീകരിക്കുക എന്നതാണ്. ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തിയായ പിശാചിനെ പ്രസാദിപ്പിക്കുക, പിശാചിന്റെ കക്ഷിയായി മാറുക, പിശാചിന്റെ താല്പര്യങ്ങളെ നടപ്പിലാക്കുക. ഇത് കേവലമായ ഒരു ധാരണയിൽ നിന്ന് പറയുന്നതല്ല. അബദത്തു ശൈത്താൻ എന്ന പേരിൽ വലിയൊരു സംഘം ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താൻ വർഷിപ്പേഴ്സ്, പിശാചിനെ ആരാധിക്കുന്നവർ, പിശാചിനെ പ്രീതിപ്പെടുത്തുന്നവർ, പിശാചിന്റെ ഇഷ്ടങ്ങളെ സാധിച്ചെടുക്കുന്നവർ എന്ന പേരിൽ ഒരു കക്ഷി ലോകവ്യാപകമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഔദ്യോഗികമായി അവർക്ക് കേരളത്തിൽ വരെ യൂണിറ്റുകൾ ഉണ്ട് എന്നതാണ് ശരി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ റമദാനിനോടടുത്ത് സൗദി അറേബ്യയിൽ നിന്ന് അവിടെയുള്ള ന്യൂസ് പേപ്പറുകളടക്കം റിപ്പോർട്ട് ചെയ്തത് അബദത്തു ശൈത്താനിലെ ചില ആളുകളെ അവിടെ മതകാര്യ പോലീസ് പിടിച്ചെടുത്തതിന്റെയും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന്റെയും അന്വേഷണ റിപ്പോർട്ടുകൾ ഗൾഫ് ന്യൂസ് പോലെയുള്ള പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ശരി, ഒരു ഭാഗത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമഗ്രമായ ധാരയും മറുഭാഗത്ത് പവിത്രമായ ഇസ്ലാമിനെ അതിജീവിക്കുക എന്ന വ്യാമോഹത്തോടെ പിശാചിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘവുമാണ് ലോകത്ത് പ്രവർത്തിക്കുന്നത്. പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന സംഘത്തിന്റെ താല്പര്യം എന്താണ്? എന്തൊക്കെയാണോ ഇസ്ലാം ഇവിടെ സ്ഥാപിച്ചത് അതിനെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക. എന്തൊക്കെയാണോ ഇസ്ലാം ഇവിടെ ഇല്ലായ്മ ചെയ്തത് അതിനെയൊക്കെ സ്ഥാപിക്കുക. ഇതാണ് സാത്തനിക് വേർഷിപ്പേഴ്സിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. പ്രിയമുള്ള സഹോദരന്മാരെ, വിശാലമായ ഒരു പഠനത്തിനും അന്വേഷണത്തിനും അവതരണത്തിനും ആവശ്യമുള്ള ഒരു വിഷയമാണിത്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ലളിതമായ ചില സൂചനകൾ മാത്രം നൽകുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചത്, ലോകത്തിന്റെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കുക. നഗ്നരായി മക്കയുടെ തെരുവുകളിലൂടെ കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്തുകൂടെ പ്രദക്ഷിണം ചെയ്തിരുന്ന ആളുകളെ മാന്യമായി വസ്ത്രം ധരിപ്പിക്കുവാൻ പഠിപ്പിച്ചു ഇസ്ലാം. ഇസ്ലാം മാന്യമായ ഒരു വസ്ത്ര സംസ്കാരത്തെ ലോകത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. അബദത്തു ശൈത്താൻ തീരുമാനിച്ചു, ഇവിടെയുള്ള ആളുകളെ മാനം മറക്കാതെ മനുഷ്യന്റെ മാനം മറയ്ക്കുന്ന വസ്ത്രധാരണ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്ത് പെൺകൊടികളെ വീണ്ടും നഗ്നരായി തെരുവിലേക്ക് അവതരിപ്പിക്കുക. ലോക കമ്പോളത്തിലേക്ക് പെണ്ണിന്റെ തുണി ഉരിഞ്ഞ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് കൃത്യമായി പഠിച്ചു നോക്കിയാൽ പടിഞ്ഞാറൻ ശക്തികളുടെ ഇടപെടലുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കേരളത്തിലേക്ക് വരെ കടന്നു വരുന്ന പുതിയ വസ്ത്ര സംസ്കാരം ദ റിയൽ സ്റ്റൈൽ ഓഫ് യൂറോപ്പ് ആൻഡ് ദ റിയൽ ടേസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മാന്യമായി വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ ഇല്ല, പാടില്ല, ഇവിടെ തുണിയുരിഞ്ഞ് തെരുവിലേക്ക് പറഞ്ഞു വിടണമെന്ന് പടിഞ്ഞാറ് തീരുമാനിക്കുകയും മാന്യതയുടെ മുഴുവൻ വസ്ത്രധാരണ രീതികളെയും ഇല്ലായ്മ ചെയ്ത് ലോക കമ്പോളങ്ങളിലേക്ക് തുണിയുരിഞ്ഞ പെണ്ണിനെ അവതരിപ്പിച്ചത് ആരാണ്?
സാക്ഷാൽ പടിഞ്ഞാറിന്റെയും സാത്തനിക് വർഷിപ്പേഴ്സിന്റെയും ലക്ഷ്യമായിരുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി, മനുഷ്യന്റെ ഏറ്റവും അമൂല്യമായ ബോധത്തെ, അവന്റെ വിവേകത്തെ ഇല്ലായ്മ ചെയ്യുന്ന മദ്യം, അതിനെ പൂർണ്ണമായും നിരോധനത്തിൽ ഉണ്ടാക്കി പരിശുദ്ധമായ ഇസ്ലാം. കള്ളാറുകളിൽ കബറടക്കണമെന്ന് വസിയ്യത്ത് ചെയ്തിരുന്ന കാട്ടറബി കൂട്ടങ്ങളെ മദ്യവെറിയന്മാരിൽ ലോകത്തെ മദ്യമുക്തമായ സംസ്കാരത്തിന്റെ അമൂർത്ത ഭാവങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്നു പരിശുദ്ധമായ ഇസ്ലാം. എന്നാൽ കള്ളിന് പോസിറ്റീവ് നെയിം നൽകി സ്പിരിറ്റ് എന്ന് വിളിച്ചുകൊണ്ട് ലോകത്തുള്ളവരെ മുഴുവനും മദ്യാസക്തന്മാരാക്കി മാറ്റണമെന്ന് തീരുമാനിച്ചത് ആരാണ്? പടിഞ്ഞാറിന്റെ താല്പര്യമായിരുന്നു മദ്യം സദ്യയിലേക്ക് കൊണ്ടുവരികയും സദ്യ വിഭവസമ്പൂർണമാകണമെങ്കിൽ മദ്യം വേണമെന്ന് എഴുതി വെക്കുകയും ചെയ്ത് മദ്യപൂർണമായ ഒരു സംസ്കാരത്തെ ലോകത്തേക്ക് കൊണ്ടുവന്നു ഈ പറഞ്ഞ പടിഞ്ഞാറുകാർ. പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യന്റെ ഏറ്റവും വലിയ മൂല്യമാകുന്ന വിവേകത്തെ സംരക്ഷിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. എന്നാൽ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നു പടിഞ്ഞാറിന്റെയും തൽപര കക്ഷികളുടെയും എല്ലാം ലക്ഷ്യം. ഇതുപോലെ വൈവാഹിക മേഖലയിലൂടെ മാത്രം, അഥവാ ലൈംഗികമായ സദാചാരം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. സദാചാരപരമായ ലൈംഗിക ബന്ധങ്ങളെ മാത്രം സംരക്ഷിക്കുകയും ലൈംഗിക ദുരാചാരങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുകയും ലൈംഗിക സദാചാരത്തിന് ആവശ്യമായ നിയമനിഷ്ഠകൾ കൊണ്ടുവരികയും ചെയ്തു പരിശുദ്ധമായ ഇസ്ലാം. എന്നാൽ വിവാഹേതര ബന്ധങ്ങൾ, വിവാഹപൂർവ്വ ബന്ധങ്ങൾ, വിവാഹരഹിത ബന്ധങ്ങൾ, അതുപോലെയുള്ള വൃത്തികേടുകൾ മുഴുവനും, ലൈംഗിക സദാചാരത്തെ മുഴുവനും ആമം വെച്ച് അടച്ചുപൂട്ടുകയും തോന്നിവാസങ്ങൾക്ക് മുഴുവനും കവാടം തുറന്നു കൊടുക്കുകയും ചെയ്തത് ആരാണ്? അമേരിക്കയിലെയും അതുപോലെയുള്ള പടിഞ്ഞാറൻ പ്രഭൃതികളുടെ മുഴുവനും ലൈംഗിക ആചാരത്തെ കുറിച്ച് പഠിച്ചാൽ ഇഷ്ടമുള്ളത്രയും കാലം പ്രിയപ്പെട്ട കാമുകനോ കാമുകയുമോ ആയി ഒപ്പം ജീവിച്ച് പിന്നീട് അവസാനം വയസ്സാങ്കാലത്തൊരു നോമിനൽ മാരേജ് മാത്രം വരുന്ന സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു പടിഞ്ഞാറ്. ഇതുപോലെ സാമ്പത്തികമായ സദാചാരം ഇസ്ലാം കൊണ്ടുവന്നു. ആ സാമ്പത്തികമായ സദാചാരത്തെ ഇല്ലായ്മ ചെയ്തു പടിഞ്ഞാറ്. എന്നിട്ട് പലിശാധിഷ്ഠിതമായ വ്യവസ്ഥിതിയിലൂടെ ആനുകാലിക കേരളം വായിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലേഡ് മാഫിയകളിലേക്ക് ലോകത്തെ കൊണ്ടുവന്നതാരാണ്? ഈ വിഭാഗമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ എണ്ണാനുണ്ട്. ഒരു സ്ട്രീം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയായ ഇസ്ലാമിന്റെ ധാരയാണ്. അതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും സാത്തനിക് ലൈനാണ്. ഇത് കേവലമായ ഒരു ധാരണയല്ല. മോയിദ് സിദ്ദീഖ് എന്ന് പറയുന്ന മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ, ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രചയിതാവായ അദ്ദേഹത്തിന്റെ ദ വേൾഡ് വേക്സ് അപ്പ് ടു ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ സമഗ്രമായി ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഡോളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ചിഹ്നം ഫറോവയുടെ പിരമിഡും ദജ്ജാലിന്റെ ഒറ്റക്കണ്ണുമെന്നാണെന്ന് പറയുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ ധാരയെ സ്വീകരിച്ച് മതത്തിന്റെ ചിഹ്നങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ പടിഞ്ഞാറ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, പാശ്ചാത്യ ശക്തികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മത്സരം നടക്കുന്നത് ആരുടെയൊക്കെ ഇടയിലാണ്? ഒരു ഭാഗത്ത് റിയൽ സ്ട്രീം ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ ശരിയായ ധാരയാണ്. മറുഭാഗത്തോ പിശാചിന്റെ ധാരയാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇവിടെയാണ് ആനുകാലിക മുസ്ലിം സമുദായം പരിഷ്കാരങ്ങളുടെയും പച്ചപ്പുകളുടെയും ആധുനികതയുടെയും ചേക്കേറലുകളുടെ നടുവിൽ മതകീയമായ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന പവിത്രമായ വിശ്വാസം ലോകത്തിന്റെ മുഴുവനും നേതാവ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഏതൊക്കെ നല്ലതിനെയാണോ ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങിയത് അത് മുഴുവനും ഏറ്റെടുക്കുകയും
ഏതൊക്കെ തിന്മകളെയാണോ ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്, ആ സമഗ്രമായ പ്രവർത്തനത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് വരികയല്ലാതെ ആനുകാലിക ജനതയെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് എന്താണ്? ഇസ്ലാമിനെ ഇസ്ലാമായി സ്വീകരിക്കാൻ യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, അല്ലയോ ഈമാനുള്ളവരെ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ശ്രദ്ധയുള്ളവരാകണം. പരിഷ്കാരത്തിന്റെ പച്ചപ്പുകളിൽ കിടന്നുകൊണ്ട് മതകീയമായ മൂല്യങ്ങളെ മുഴുവനും ബലികഴിച്ച് അനാചാരങ്ങളുടെയും അനാശാസ്യതകളുടെയും ആലയങ്ങളിലേക്ക് ചേക്കേറുമ്പോ ആധുനിക മുസ്ലിം സമുദായം എന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? കഴിഞ്ഞ SSLC പരീക്ഷയിൽ നല്ല വിജയ ശതമാനം കിട്ടിയതിൽ മലപ്പുറം ജില്ല അഭിമാനത്തിന്റെ ഗരിമയിലാണ് നിൽക്കുന്നത്. അതിൽ നമുക്ക് വിരോധമില്ല. വരുന്ന ഓരോ റിസൾട്ടുകളും അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ അതിലും നമുക്ക് വിരോധമില്ല. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കടന്നു വരുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരത്തിന്റെ നടുവിൽ ബലികഴിക്കപ്പെടുന്ന ധാർമ്മികമായ മൂല്യങ്ങളെ തിരിച്ചറിയാൻ ഈ സമുദായത്തിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് എവിടെയാണ്? നമ്മൾ ഇന്ന് അഭിമാനത്തിലാണ്. നമ്മുടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ നല്ല റിസൾട്ട് നിലനിർത്തിയതിൽ സന്തോഷത്തിലാണ്. പക്ഷേ ഈമാനിന്റെ ഈറ്റില്ലമായ സമുദായത്തിന്റെ പോറ്റില്ലമായ മലബാറിന്റെ മണ്ണിൽ ആനുകാലിക സമൂഹത്തിന്റെ ഇടയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അനാശാസ്യതകൾക്കെതിരെ കൃത്യമായ ഒരു നവജാഗരണം നടന്നില്ലെങ്കിൽ, ശക്തമായ ഒരു മുന്നേറ്റം സത്യത്തിനു വേണ്ടി സാധ്യമല്ലെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെയും മത്സരിക്കുന്നത് ഒരു സാത്തനിക് ലൈനും ഒരു ഇസ്ലാമിക് സ്ട്രീമുമാണ്. ഇവിടെയാണ് ചില തിരിച്ചറിവുകൾ നേടേണ്ടത്. മലബാറിന്റെ മക്കയാകുന്ന പൊന്നാനിയും മദീനയാകുന്ന മമ്പുറവും ഇസ്ലാമിന്റെ ഈറ്റില്ലമായ തിരൂരങ്ങാടിയും പരപ്പനങ്ങാടിയും തിരൂരുമെല്ലാം അഭിമാനപൂർവ്വം പണ്ഡിതന്മാരുടെയും ദർസുകളുടെയും ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരുടെയും ചരിത്രത്തിലൂടെ അറിയുകയാണ്. എന്നാൽ ആനുകാലിക മുസ്ലിം സമുദായം എന്ന് എവിടെയാണെന്ന് ആലോചിച്ചാൽ, പ്രിയമുള്ളവരെ, ഇന്ന് കള്ളിന്റെയും കഞ്ചാവിന്റെയും തോന്നിവാസത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ആലയങ്ങളിലേക്ക് ഈ സമുദായത്തിന്റെ മക്കള് ചേക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ മലബാറിലെ ഒരു പ്രദേശത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് റമദാനിൽ ഒരു പ്രഭാഷണത്തിന് വിളിച്ചതാ. അവിടെയുള്ളവരോട് എനിക്ക് എൻ്റെ തീയതികളൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോ അവിടെയുള്ള സംഘാടകര് പറഞ്ഞത് എന്താണെന്നറിയുമോ? അല്ലയോ ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വളരെ ദയനീയമാവസ്ഥ. 11 മാസം കുപ്പിയും 1 മാസം തൊപ്പിയുമാ. അതുകൊണ്ട് ഇവിടെ വന്നൊന്ന് വയല് പറയണേ. 11 മാസം കുപ്പിയും 12-ാം മാസം തൊപ്പിയും എന്ന് പറഞ്ഞ റമദാൻ മാസത്തിൽ മാത്രമേ തൊപ്പിയുള്ളൂ. ഈ നിലയ്ക്ക് ഈ സമുദായത്തിന്റെ യുവജനങ്ങൾ മദ്യപാനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ധാർമ്മിക പരിസരങ്ങൾ അപജയത്തിലാകുമ്പോൾ ഈ സമുദായം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഈമാനിന്റെയും തഖ്വയുടെയും മഹബ്ബത്തിന്റെയും പവിത്രമായ ധാരയിലേക്ക് 1000 ആളുകൾക്ക് മാർഗദർശനം നൽകിയ ആത്മീയമായ പ്രഭാവത്തിന്റെ ഉടമയായ ഉസ്താദ് അവറുകൾ ഇവിടെ നമുക്ക് ഉപദേശം നൽകിയില്ലേ? ആ മഹാന്മാരായ പണ്ഡിതന്മാര് വിളിക്കുന്നത് സ്വർഗീയമായ ധാരയിലേക്കാണ്, അള്ളാഹുവിന്റെ വഴിയിലേക്കാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? മലബാറിന്റെ തെരുവോരങ്ങളിൽ പോലും വൈകുന്നേരം പള്ളിക്കുടം വിട്ടിറങ്ങുമ്പോ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മക്കളടക്കം ജോഡികളായി സഞ്ചരിക്കുകയാണ്. അവരുടെ ഇടയിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് നേരിന്റെ ശബ്ദം മുഴക്കാൻ ഇവിടെ ആരാണുള്ളത്? ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പൊന്നുമോള് വരികയാ, കൂടെ ഒരുത്തനുമുണ്ട്. ആരാ മോളെ? ഇതെന്റെ ക്ലാസ്മേറ്റാന്ന് പറയുമ്പോൾ ചായ ഒരുക്കി സൽക്കരിച്ച് വിടാനല്ലാതെ അന്യവന്റെ കൂടെ കൂടണ്ടാന്ന് പറയാനുള്ള ശബ്ദം ഇവിടുത്തെ മാതാപിതാക്കൾക്ക് നഷ്ടമായില്ലേ?
അതുപോലെ ജന്മം നൽകിയ മകൾക്ക് ഗർഭം നൽകുന്ന പിതാക്കളുള്ള കാലമാ. പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കൽ പോലും ഇവിടെയുള്ള സഹോദരിമാർക്ക് അഭയം നഷ്ടപ്പെട്ടു പോയ കാലമാ. പ്രവാസികളുടെ ഭാര്യമാരെ സമുദായത്തിന്റെ ധാർമ്മിക പരിസരത്തിന് ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്ന കാലമാണ്. ഭ്രാന്ത് പിടിച്ച ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കലാലയത്തിന്റെ 4 വട്ടങ്ങളിൽ തോന്നിവാസത്തിന്റെ ഇരകളായി ഈ സമുദായത്തിന്റെ പെൺകുടികളും കുമാരന്മാരും മാറുന്ന കാലമാ. പ്രിയമുള്ള സഹോദരാ, നമ്മുടെ മക്കള് പഠിക്കാൻ പോണ കലാലയത്തിന്റെ മുറ്റത്ത് കള്ളുണ്ട്, കഞ്ചാവുണ്ട്, തോന്നിവാസമുണ്ട്, വ്യഭിചാരമുണ്ട്, സർവ്വതും സുതാര്യമായി ലഭിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോ എന്റെ മോള്, നമ്മുടെ പെങ്ങള് അതിലേക്ക് വീഴാതിരിക്കാനുള്ള മാർഗമെന്താ? നമ്മൾ ഇന്ന് വലിയ ഗമയില. നമ്മൾ ഇന്ന് പണത്തിന്റെയും പത്രാസിന്റെയും പളവളപ്പിന്റെയും ജാടകളുടെ ജീവിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അറിയാൻ നമുക്ക് നേരമില്ല. കലാലയത്തിന്റെ മുറ്റ അപ്പോൾ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പിറ്റേന്ന് എന്റെ റൂമിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ പറഞ്ഞതൊക്കെ വെരി വെരി സിമ്പിൾ, ഒന്നുമല്ല. ഞാൻ പഠിക്കുന്നത് ഇന്ന സ്കൂളിലാണ്, സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ഒക്കെ ഇന്ന സ്കൂളിൽ പഠിച്ച ആളാണ് ഞാൻ. എന്റെ സ്കൂളിൽ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കും വേർജിനിറ്റി ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല, കന്യകത്വം ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. അതാണ് ഞങ്ങളുടെ കലാലയത്തിന്റെ സാഹചര്യം. അതാണ് ഞങ്ങളുടെ കലാലയത്തിന്റെ സാഹചര്യം. ബഹ്റൈനിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ അനുഭവം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, 20 ബീഡി കൊടുത്താൽ ഇന്ന രാജ്യക്കാരിയായ പെണ്ണിനെ കിട്ടും. ബീഡി എന്ന് പറഞ്ഞാൽ ബഹ്റൈൻ ദീനാർ എന്നാണ്. 40 ബീഡി കൊടുത്താൽ ഇന്ന രാജ്യക്കാരിയെ കിട്ടും. ഓരോ നാട്ടിലുമുള്ള ധാർമ്മികമായ പരിസരങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി പറയണത്, എന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നാട്ടിലേക്ക് പോയ എന്റെ കൂട്ടുകാരുണ്ട്, ഇടക്കിടക്ക് ഞാൻ വിളിക്കാറുണ്ട്. അപ്പോഴാണ് നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും ഒക്കെ അവസ്ഥ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനിടയിൽ എന്റെ ഇന്നാലിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ മോനെ, ഞാൻ എൻ്റെ വീട് ലോക്ക് ചെയ്തിട്ട് ചാവിയും കൊണ്ടായി ഇപ്പൊ ഞാൻ അങ്ങാടിയിലേക്ക് വന്നത്. എൻ്റെ ക്ലാസ് പഠിക്കുന്ന 4-5 എണ്ണം ഇഞ്ചക്ട് ചെയ്ത് വീട്ടിൽ കിടപ്പുണ്ട്. ഇതുപോലെയല്ലേ സഹോദരന്മാരെ ഇന്ന് സമുദായം അപജയത്തിലേക്ക് നീങ്ങുന്നത്? ഒരുപാട് ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പണ്ടൊക്കെ അങ്ങ് അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഫ്രാൻസിലെയോ ഒക്കെ കഥയാണ് പറയാനുള്ളതെങ്കിൽ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ വരെയും അനാശാസ്യതകൾ അരങ്ങേറുമ്പോൾ അടുത്ത വീട്ടിൽ വരുമ്പോഴും നമുക്കൊരു വീണ്ടും വിചാരമില്ല. എന്റെ മോളും അതുപോലെയുള്ള സാഹചര്യത്തിലാണോ നീങ്ങുന്നത്? എന്റെ ഭാര്യയും അവിടുന്ന് സുരക്ഷിതമായിട്ടാണോ കഴിയുന്നത്? എന്റെ പെങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയ സാഹചര്യം എന്താണ്? ഈ ഒരു വിചാരവും നമ്മളെ അലട്ടുന്നില്ല. അതുകൊണ്ട് അരുതായ്മയുടെ ആലയങ്ങളിൽ തോന്നിവാസങ്ങളുടെ സമവാക്യങ്ങളായി മാറുന്ന ആധുനിക യുവതയുടെയും കൗമാരന്മാരെയും കുമാരിമാരെയും നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മാർഗമെന്താണ്? അൽ ഈമാനു ബില്ലാഹ്. നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് അല്ലാഹ് എന്ന വിചാരം സ്ഥാപിക്കലാണ്. അല്ലാഹ് എന്ന ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരികയല്ലാതെ വേറെ ഒരു പരിഹാരവും ഇവിടെ ലഭിക്കാനില്ല. അതുകൊണ്ടാണ് മക്കായുടെ മരുപ്പറമ്പിൽ കിടന്ന കശ്മലന്മാരും കാട്ടാളന്മാരും കാട്ടറബികളുമായ ഒരു ജനതയുടെ മുമ്പിലേക്ക് സമുദ്ധാരണത്തിന്റെ വിപ്ലവം ഒരുക്കിയിട്ട് വന്ന ലോകത്തിന്റെ നേതാവ്, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ ജീവന്റെ അർത്ഥമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നീണ്ടകാലം അവിടുത്തെ ആദ്യത്തെ പ്രബോധനം മുഴുവനും നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇലൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് പെണ്ണിനെ വ്യഭിചരിക്കുന്നത് ഒരു കുറ്റമായി കാണാതിരുന്ന ജനത, അന്യ പെണ്ണ് എന്നൊരു വിചാരം പോലും ഇല്ലാത്ത ഒരു ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിക്കൊണ്ടുവന്നത് എങ്ങോട്ടാ? പെണ്ണിനെ എന്നല്ല പ്രിയപ്പെട്ട പിതാവിന്റെ ഭാര്യയെ പോലും തെറ്റായി സമീപിക്കുന്നത് അബദ്ധമല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിക്കൊണ്ടുവന്ന് കുളിക്കടവിൽ നിന്ന് പെണ്ണിനെ രണ്ടാമതൊന്ന് നോക്കിയതും അപരാധമാണ് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മാറ്റിക്കൊണ്ടുവരാനുള്ള അടിസ്ഥാന സമവാക്യം എന്താണ്? അല്ലാഹ് എന്ന പവിത്രമായ ഒരു വിചാരമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചെടുത്തപ്പോൾ ആ ജനതയെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമായില്ല. അതുകൊണ്ട് ഈ സമുദായത്തിലെ എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ കുരുന്ന മക്കളുടെ മനസ്സ് മുതൽ, കൗമാരപ്രായത്തിലുള്ളവരുടെ ഹൃദയം മുതൽ, യുവാക്കളുടെ അകത്തളം മുതൽ അല്ലാഹ് എന്ന പവിത്രമായ ഒരു വിചാരം സാധിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് അർത്ഥമാണുള്ളത്? എന്നെ അറിയുന്ന നാഥനുണ്ട്, എന്നെ നിയന്ത്രിക്കുന്ന നാഥനുണ്ട്. എന്നോട് കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് പള്ളിയിലെ മുസ്ലിയാരല്ല. എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, മാന്യമായി വസ്ത്രം ധരിച്ച് മാനം മറച്ച് നടക്കാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിയാരല്ല, ഒരു മൊല്ലാക്കയല്ല. നിങ്ങളെ പടച്ച് ജീവൻ നൽകിയിട്ട് എല്ലാം പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവാണ് പറഞ്ഞത് നിങ്ങളുടെ മാനം മറയ്ക്കാൻ. അല്ലാഹ് എന്നൊരു വിചാരമാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കേണ്ടത്. അതല്ലേ മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ റൗദുർ റയാഹീനിലുള്ള ഒരു സംഭവമുണ്ട്. വിശാലമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മഹാനവറുകളെ പറയുകയാണ്, സുന്ദരനായ ഒരു യുവാവ് ബസ്റായുടെ മാർക്കറ്റിൽ പിതാവിനൊപ്പം കച്ചവടം ചെയ്യുന്നയാളാ. ആ പിതാവിനൊപ്പം കച്ചവടം ചെയ്തുകൊണ്ടിരുന്നയാള് പള്ളിയിലേക്ക് വന്നാൽ പള്ളിയിലുള്ളവർക്ക് മുഴുവനും വലിയ സുഗന്ധമാണ്. തെരുവിലേക്ക് ഇറങ്ങിയാൽ തെരുവിലുള്ളവർക്ക് മുഴുവനും വലിയ സുഗന്ധമാണ്. എല്ലാവരും വലിയ സുഗന്ധമുള്ള യുവാവെന്ന് വിളിക്കുകയാണ്. അയാളോട് ആത്മജ്ഞാനിയായ ഒരാൾ ചോദിച്ചു, അല്ല മോനെ, ഈ സുഗന്ധം വാങ്ങാൻ എത്ര പൈസയാ നീ ചെലവഴിക്കുന്നത്? എത്ര സംഖ്യയാണ് നിനക്ക് വേണ്ടി വരുന്നത്? ഉടനെ ആ യുവാവ് പറയുകയാണ്, മഷ്തറൈതു ത്വയ്യിബൻ ഖത്തു വമാ തതയ്യബ്തു ബിത്വയ്യിബിൻ ഖത്തു. ഞാനൊരു സുഗന്ധവും വാങ്ങിയിട്ടില്ല, ഒരു സുഗന്ധവും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തേ എൻ്റെ ശരീരത്തിന് മുഴുവനുമുള്ള സുഗന്ധം ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ യുവാവ് പറയുന്ന മറുപടിയാ, വിശാലമായി ഞാൻ അതിലേക്ക് പോവുകയല്ല, ലളിതമായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ആ യുവാവ് പറയുന്നു, ഞാൻ എൻ്റെ വാപ്പാന്റെ കൂടെ തെരുവിൽ കച്ചവടം ചെയ്യുകയാ. ഒരു നാട് പ്രായമുള്ള ഒരു തള്ള വന്നിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് കുറെ അധികം സാധനങ്ങൾ വേണം, അതൊന്ന് കൊണ്ടുവന്നാൽ വേണ്ടതെടുത്തിട്ട് ബാക്കി ഇങ്ങ് കൊടുത്തുവിടാം. ഈ ചെറുപ്പക്കാരന്റെ കയ്യിലൊന്ന് കൊടുത്തു വിടുമോ? വാപ്പാന്റെ കച്ചവട സാധനങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഞാൻ ആ ഉമ്മാന്റെ പറകിലേക്ക് പോയപ്പോൾ അവര് കടന്നുപോയത് പാറാവുകാരുള്ള പരവതാനിയുള്ള സപ്രമഞ്ചങ്ങൾ ഒരുങ്ങിയ കൊട്ടാര സമാനമായ പ്രൗഢമായ ഒരു വീട്ടിലേക്കാണ്. ആ വീടിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോൾ സുവർണമായ ഒരു സിംഹാസനത്തിൽ സുന്ദരിയായ ഒരു തരുണി ഇരിക്കുകയാണ്. സുന്ദരിയായ ഒരു പെണ്ണിരിക്കുകയാണ്.
അവളായിരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ അവിടേക്ക് ചെന്ന് എൻ്റെ ചരക്കുകൾ താഴെ വെച്ചപ്പോൾ എൻ്റെ മാറത്തൊരടിയടിച്ചിട്ട് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഞാനങ്ങ് വിരണ്ടുപോയി. ഉടനെ അവള് പറയാണ്, സുന്ദരിയായൊരു പെണ്ണ് സുവർണമായൊരു സപ്രപഞ്ചത്തിൽ നിന്ന് വളരെ രമ്യഹർമ്മത്തിന്റെ അകത്തളത്തിൽ വെച്ചുകൊണ്ട്, കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ വെച്ചുകൊണ്ട് സുന്ദരിയായൊരു പെണ്ണി യുവാവിനെ ആലിംഗനം ചെയ്യുകയാ. അപ്പാ യുവാവ് വിളിച്ചു, അല്ലാഹ് അല്ലാഹ് എന്നൊരു വിളിയാണ് വരുന്നത്. അപ്പാ പെണ്ണ് പറയാ, വേണ്ട വേണ്ട, നീ പേടിക്കേണ്ട, ലക ഇൻദി മാ തുഹിബ്, നിനക്ക് വേണ്ടതെല്ലാം തരാം, നീ പേടിക്കണ്ട. ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം, സുന്ദരിയായൊരു പെണ്ണ് അരമനയുടെ അകത്തളത്തിൽ വിളിച്ചു വരുത്തിയിട്ട് ആലിംഗനം ചെയ്തിട്ട് പറയുന്നു, നിനക്ക് വേണ്ടതെല്ലാം തരാം. ആധുനിക ലോകത്തെ യുവാവ് വിചാരിക്കും എ ഗോൾഡൻ ചാൻസ്, നല്ല ഒരവസരം കിട്ടിയെന്ന് വിചാരിക്കും. ആരാണ് ആ ചാൻസ് നഷ്ടപ്പെടുത്തുക എന്ന് ചിന്തിക്കും. എന്നാൽ ആ യുവാവിന്റെ മനസ്സകത്ത് തിളയ്ക്കുന്നത് അല്ലാഹു എന്ന വിചാരമാണ് മനസ്സിൽ കിടന്ന് പുളയുന്നത്. ഉടനെ ആ യുവാവ് ചിന്തിക്കുന്നത്, ഞാൻ ഈ ഹറാമിലേക്ക് പോയാൽ അൽ ഹറാമു വൽ മമാതു ദൂനഹു, ഹറാമിനേക്കാൾ നല്ലത് മരിക്കലാണ്. പ്രിയമുള്ള സഹോദരന്മാര്, സഹോദരിമാര്, ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കണേ. ആ യുവാവ് ആലോചിക്കുകയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഒന്നുകിൽ ഞാൻ ഹറാമായ ഒരു കാര്യം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും വേദന അനുഭവിക്കേണ്ടി വരും. എനിക്ക് വലുതെന്താണ് വേദന അനുഭവിക്കൽ, എനിക്ക് പ്രശ്നമല്ല. ഹറാമിലേക്ക് വീഴാൻ എനിക്ക് പറ്റൂല. ഏതെങ്കിലും ഒരു പഴുതുണ്ടോ അല്ലാ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ? ഒരു പഴുതും കാണുന്നില്ല. അവസാനമായി യുവാവ് പറയാണ്, എനിക്കൊന്ന് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട്, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോയി വരാൻ സമയം വേണം. ഈ പെണ്ണ് വിചാരിച്ചു, അല്പസമയം ഒന്ന് കാത്തിരുന്നാൽ ഇവൻ അണിഞ്ഞൊരുങ്ങി കുളിച്ച് റെഡിയായി പുതിയ പളയായി വരാൻ പോവുകയാണ്. യുവാവ് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് സേവകിമാര് വഴി കാണിച്ചു കൊടുത്ത് അകത്തേക്ക് കടക്കുകയാണ്. അവിടെ നിന്ന് ആലോചിക്കുന്നു, അല്ലാഹ് ഈ പെണ്ണിന്റെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ, വല്ല വഴിയുമുണ്ടോ? ഒരു വഴിയും ഒരു പഴുതും കാണുന്നില്ല. അവസാനമായി യുവാവിന്റെ മനസ്സിലേക്ക് വരുന്നത്, അല്ലാഹ് ഹറാമിൽ വീഴുന്നതിനേക്കാൾ നല്ലത് മരിച്ചു പോകല. ഈ മരിച്ചാലും വേണ്ടില്ല, ഈ ഹറാമിൽ വീഴാൻ പറ്റൂല. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, നിങ്ങളുടെ പൊന്നുമോള്, നിങ്ങളുടെ പൊന്നു പെങ്ങള് ഏതെങ്കിലും ഒരു അന്യന്റെ കൂടെ നാട് വിട്ട് വീട് വിട്ട് പോയി എന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ പൊന്നുമോളെ മരിച്ചുപോയി എന്ന് കേൾക്കലാണ്. നിങ്ങളുടെ മോള് മരിച്ചുപോയി എന്ന് കേൾക്കലാണ്. ഈ സമുദായത്തിന്റെ എത്രയെത്ര പെൺകുടികളാ ദിവസേന അന്യമതക്കാരന്റെയും അന്യപുരുഷന്റെയും കൂടെ നാട് വിട്ട് വീട് വിട്ട് കൂടുവിട്ട് രജിസ്റ്റർ ചെയ്തും ചെയ്യാതെയും ഒക്കെ പോണത്. എന്തേ ഇതിനെതിരെ ഒരു സമുദ്ധാരണം നമുക്ക് നടക്കാത്തത്? എന്തേ ഇതിനെതിരെ ഒരു സമുദ്ധാരണം നമുക്ക് നടക്കാത്തത്? ഈ സമുദായത്തിന്റെ പെൺകുടികൾ ഏതെങ്കിലുമൊക്കെ മുക്കമൂലകളിൽ കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അന്യവന്റെ കൈപിടിച്ച് നാടുവിടുമ്പോ ഇത് ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല, അറിഞ്ഞതും അറിയാത്തതുമായി ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലേക്ക് ഞാൻ കടക്കണില്ല. 8ാം ക്ലാസ്സുകാരിയായി സമുദായത്തിന്റെ പൊന്നുമോള് ആത്മഹത്യക്ക് മുമ്പ് എഴുതി വെച്ച കുറിപ്പ്
നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വരുമ്പോ ഹൃദയഭേദകത്തോടെയാണ് നമ്മൾ വായിച്ചത്. ഞാൻ യഥാർത്ഥത്തിൽ അത് ശ്രദ്ധിക്കുന്നത് പ്രവാസിയായ ഒരു രക്ഷിതാവ് എനിക്ക് മെയിലിൽ അയച്ചു തന്നിട്ട് വേദന പങ്കുവച്ചപ്പോഴാ. പ്രിയമുള്ളവരെ, ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. ഈ സമുദായത്തിലെ ഒരാളുടെ മകള് അങ്ങനെ ചാടിപ്പോയി എന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പ് അവളങ്ങ് മരിച്ചുപോയെന്ന് കേൾക്കലാണ്. ഈമാനോടെ മരിച്ചാൽ അവൾക്ക് സ്വർഗമില്ലേ? നിങ്ങളുടെ പൊന്നുമോൻ ഏതെങ്കിലും ഒരു തീയും കൊണ്ട് നാട് വിട്ടു എന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പ് അവനങ്ങ് മരിച്ചുപോയി എന്ന് കേൾക്കലല്ലേ സഹോദരാ? മക്കായുടെ തെരുവിലൂടെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നു പിതാവായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നടക്കുമ്പോഴാ അവിടെയുള്ള സുന്ദരിയായ തറവാട്ടുകാരിയായ ഒരു പെണ്ണ് വിളിച്ചു, 700 ഒട്ടകം തരാം അബ്ദുല്ലാ, എന്റെ കൂടെ ഒന്ന് സ്വകാര്യ മുറിയിലേക്ക് വരുമോ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ വാപ്പാന്റെ കൂടെ പോവാ. ഇന്നൽ ഹറാമ വൽ മമാതു ദൂനഹു. ഹറാമിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് മരിക്കല. ഒരിക്കലും ഹറാമിലേക്ക് വരാൻ എന്നെ കിട്ടൂല. ഇതായിരുന്നു മഹാനായ അബ്ദുല്ലാഹി എന്നവരുടെ സന്ദേശമെങ്കിൽ എന്റെ പ്രിയമുള്ള യുവാക്കളെ, നമ്മുടെ മനസ്സകങ്ങളിൽ അല്ലാഹ് എന്ന വിചാരം വേണം. നമ്മുടെ നേർവഴി അടയാളപ്പെടുത്തി തന്നത് നമ്മുടെ ഉടമസ്ഥനായ അല്ലാഹു ആണ്. ഈ യുവാവ് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ആലോചിക്കുന്നു, അല്ലാഹ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്താ? അപ്പോഴാണ് അവസാനമായി യുവാവിന്റെ മനസ്സിലേക്ക് ഒരു ഉപാധി വരികയാ. സ്വന്തം കാഷ്ടം കയ്യിലേക്ക് എടുക്കുകയാ. ശരീരം മുഴുവനും പുരട്ടിയിട്ട് ബാത്റൂമിൽ നിന്നൊരു ഭ്രാന്തനെ പോലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാ പെണ്ണ് കാത്തിരിക്കുന്നു. ഇവനിപ്പോ സുന്ദരനായ യുവാവ് കുളിച്ചൊരുങ്ങി റെഡിയായി എൻ്റെ ശയ്യയിലേക്ക് വരുമെന്ന് കാത്തിരിക്കുന്ന യുവാവിൻ്റെ മുമ്പിലേക്ക് ശരീരം മുഴുവനും മാലിന്യം, യുവതിയുടെ മുമ്പിലേക്ക് ശരീരം മുഴുവനും മാലിന്യം പുരട്ടിയിട്ട് ഭ്രാന്തമായി ഇറങ്ങി വരുന്ന യുവാവ്. അപ്പോഴേക്കാ പെണ്ണ് പറയുകയാണ്, മജ്നൂൻ, ഇത് ഭ്രാന്തനാണ്, വേഗം പുറത്തു കൊണ്ടുപോയി കളഞ്ഞോ. ആ യുവാവ് പറയുകയാണ്, ആ കൊട്ടാരത്തിലെ പാറാവുകാരനെ പിടിച്ചുകൊണ്ടുവന്ന് പുറത്തേക്ക് ഒഴിവാക്കി. എന്നെ പുറത്താക്കാൻ വന്നവര് മുഴുവനും മാറിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഞാനൊരു അരുവിയിലേക്ക് പോയിട്ട് എൻ്റെ ശരീരം മുഴുവൻ കഴുകി വൃത്തിയാക്കി, എന്റെ വസ്ത്രവും കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു. കഥയാരോടും പറഞ്ഞില്ല. അന്നു രാത്രിയിൽ ഞാൻ അങ്ങ് കിടക്കുമ്പോൾ സുന്ദരനായ ഒരു യുവാവ് വന്നിട്ട് ചോദിക്കുന്നു, അല്ല മോനെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും തോൽപ്പിച്ചു കളഞ്ഞല്ല മോനെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും തോൽപ്പിച്ചു കളഞ്ഞല്ല മോനെ. എന്തേ കാരണം? അരമനയുടെ അകത്തളത്തിൽ രാജാവിന്റെ ഭാര്യ കതകിന്റെ കൊളുത്തു വലിച്ചിട്ടിട്ട് പറഞ്ഞു, വരാൻ പറഞ്ഞു യൂസുഫ് നബി അലൈഹിസ്സലാമിനോട്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ് എന്ന ചിന്തയിൽ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും അത്ഭുതപ്പെടുത്തുന്ന നിലക്കാണല്ല മോനാ ഹറാമിൽ നിന്ന് രക്ഷ തേടി വന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ ആരെന്നറിയുമോ? യുവാവ് പറയാണ്, ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആരെന്നറിയില്ല. അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. ഉടനെ
ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരം മുഴുവനും അങ്ങ് തടകി. അന്ന് മുതൽ എൻ്റെ ശരീരത്തിന് സുഗന്ധമാണ്. തെരുവിലിറങ്ങിയാൽ സുഗന്ധമാണ്. പള്ളിയിലേക്ക് വന്നാലും സുഗന്ധമാണ്. ആനുകാലിക യുഗത്തിലെ എൻ്റെ പ്രിയമുള്ള യുവാവേ, അന്യപെണ്ണിന്റെ ഫോട്ടോ കണ്ട് ആനന്ദിക്കുന്ന കൂട്ടുകാരാ, മൊബൈലിനുള്ളിൽ പെണ്ണിന്റെ ആട്ടവും പാട്ടവും ചാട്ടവുമെല്ലാം ആനന്ദത്തോടെ കണ്ട് നേരം കൊല്ലുന്ന യുവാവേ, എനിക്കും നിനക്കും ഒരു പടച്ചവനില്ലേ? ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രിതാവായ ഒരു അല്ലാഹു ഇല്ലേ? ഹറാമും ഹലാലും നമുക്ക് പറഞ്ഞു തന്ന ഒരു രക്ഷിതാവില്ലേ? അത് പഠിപ്പിച്ചു തന്ന ഒരു നേതാവ്, മദീനയുടെ നായകർ പുണ്യ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിന്റെ പ്രകമ്പനങ്ങൾ ഈ നഗരിയിൽ നിന്ന് മദീനയുടെ ഉമ്മരത്ത് പോയി മർമ്മരമുയർത്തിയിട്ട് സലാമിന്റെ പ്രതിധ്വാനങ്ങൾ മദീനയിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിലൊന്ന് സ്വലാത്തിന്റെ വീജികൾ ഉയരട്ടെ. എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഅലീമിന്റെ നഗരിയിൽ നിന്ന് മദീനയുടെ ഉമ്മരത്തേക്ക് മർമ്മരമുയർത്തുന്ന സ്വലാത്തിന്റെ ധ്വനികൾ പുണ്യപ്രവാചകരുടെ വാതിൽക്കൽ പോയി പ്രകമ്പനമുയർത്തുമ്പോ അവിടുത്തെ ഇഷ്ടഹൃദയത്തിൽ നിന്നുയർന്നു വരുന്ന ഒരു സലാമുണ്ട്. അത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ലോകത്തെ മുഴുവനും മാറ്റിയത് അല്ലാഹ് എന്ന വിചാരത്തിലൂടെയാണ്. അപ്പൊ അല്ലാഹ് എന്ന പവിത്രമായൊരു ചിന്ത നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ ഭാര്യമാരുടെയും മനസ്സിൽ സ്ഥാപിക്കാൻ എന്താ കൂട്ടുകാരാ ചെയ്തു വെച്ചത്? നിങ്ങൾ മോള് പഠിക്കാൻ പോണ കലാലയത്തിന്റെ മുറ്റത്തുനിന്ന് തെറ്റ് ചെയ്യാതെ വരണമെങ്കിൽ അവൾക്ക് വേണ്ടത് അല്ലാഹ് എന്ന വിചാരമാണ്. ആ വിചാരം കൊടുക്കാൻ നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? ആ വിചാരം നിങ്ങളുടെ പൊന്നുമോളുടെ മനസ്സിൽ സ്ഥാപിക്കാൻ വീട്ടിൽ എന്തുണ്ട്? ലോകത്തുള്ള മുഴുവൻ ചെകുത്താന്മാരും മിന്നിമറയുന്ന ടെലിവിഷൻ വാങ്ങി വെച്ചിട്ട് ഗരിമതടിക്കുന്ന പ്രവാസിയും അല്ലാത്തവരുമായ സഹോദരന്മാരെ, നിങ്ങളുടെ മക്കൾക്ക് അള്ളാഹുവിനെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു? അള്ളാഹുവിനെ മറക്കാനുള്ള മുഴുവൻ സീരിയലുകളും സിനിമകളും വഴിക്ക് വഴിയായി വന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ടെലിവിഷൻ വാങ്ങി വീട്ടിൽ വെച്ച് അത് ഓരോ സമയത്തും പരിഷ്കൃതമായത് മാറി മാറി വാങ്ങിവെച്ചുകൊണ്ടിരിക്കുന്ന സമ്പന്നനായ മുസ്ലിം, അള്ളാഹു കൊടുത്ത പണം കൊണ്ട് മുഴുവൻ തോന്നിവാസികളെയും അരമനയുടെ അകത്തളത്തിലേക്ക് എത്തിച്ചു വെച്ച ഈ സമുദായത്തിന്റെ മക്കളോട് ചോദിക്കട്ടെ, അള്ളാഹുവിനെ അറിയാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് ചെയ്തു കൊടുത്തത്? നമ്മുടെ മക്കൾക്ക് ലോകത്തുള്ള മുഴുവൻ ചെകുത്താന്മാരുടെയും പേരറിയാം, പക്ഷേ മഹാന്മാരുടെ ആരുടെയും പേരറിയുന്നില്ല. എന്തൊരു ദുരന്തമാണ്! ഇപ്പൊ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ പരിഷ്കൃത വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്ത് പിടിച്ചിട്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ സീമകൾ വിട്ട് രാജ്യങ്ങൾ വിട്ട് ഇനി UK-യിലാവട്ടെ, റഷ്യയിലാവട്ടെ, ചൈനയിലാവട്ടെ എവിടെന്നെങ്കിലും ഒരു MBBS അടിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഓടുകയാണ്. ഒരിക്കലും നമ്മളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിരോധികളല്ല, പക്ഷേ ആത്മഹത്യാപരമായ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിരോധികളാണ്. അള്ളാനെ മറക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിരോധികളാണ്. പുണ്യ നബിയെ മറന്നു കളയുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിരോധികളാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്ന് 5 നേരത്തെ ആരാധനയുടെ പ്രതിബദ്ധത പോലുമില്ലാതെ ഈ സമുദായത്തിന്റെ മക്കൾ ഉറഞ്ഞു തുള്ളുമ്പോൾ ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വരുമോ? കാരണം
എന്താണ്? ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ സിംഹഭാഗവും പറയാറുള്ളത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കുള്ള ക്ഷണമാണ്. പിന്നൊന്ന് പറയാനുള്ളത്, ഈ സമുദായത്തിന്റെ മൈൻഡ് മാപ്പ് ചെയ്തെടുത്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ വിചാരിച്ചു എൻ്റെ മോനൊരു MBBS കാരനായാൽ 12 കാലിൽ ഇങ്ങനെ തുള്ളാമെന്ന്, എൻ്റെ മോനൊരു എഞ്ചിനീയർ ആയാൽ എനിക്കിവിടെ വലിയ അഭിമാനമാണെന്ന്, എൻ്റെ പൊന്നുമോൾ ഇവിടുത്തെ വലിയ ഉദ്യോഗത്തെ ആയാൽ എനിക്കെല്ലാം ലഭിച്ചെന്ന്. ഇല്ല ഇല്ല കേട്ടോ, അള്ളാനെ അറിഞ്ഞവർക്ക് ലഭിക്കുന്ന വിലാസം ലോകത്തൊരു തമ്പുരാനും ലഭിക്കൂല, ഒരു ഭരണാധികാരിക്കും ലഭിക്കൂല. അള്ളാഹുവിനെ അറിഞ്ഞവർക്ക് കിട്ടുന്ന വിലാസം ലോകത്തൊരാൾക്കില്ല. മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ 175ാമത്തെ ആണ്ടാണ് കഴിഞ്ഞ ഈ പ്രാവശ്യം നമ്മൾ സംഘടിപ്പിച്ചത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. 1.25 നൂറ്റാണ്ട് കൊല്ലം മുമ്പ് വഫാത്തായി പോയ മമ്പുറം തങ്ങൾ ഇപ്പോഴും അവിടെ ജനനിബിഡമാണ്. ഇപ്പോഴും മമ്പുറം തങ്ങളുടെ ഉമ്മരത്ത് വിശ്വാസികൾ വന്ന് നിൽക്കുകയാണ്. ഇപ്പോഴും സജനമാണ്, ജനങ്ങൾ സന്നിഹിതമാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ 1.25 നൂറ്റാണ്ടിന്റെ ഇടയിലെ മലബാറിന്റെ മണ്ണിൽ കഴിഞ്ഞുപോയ തമ്പുരാക്കന്മാരെവിടെയാണ്? ഒരുപക്ഷേ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ വെള്ളിടി ഉയർത്തിയവരുണ്ടാകാം, നിയമസഭയുടെ ചുക്കാൻ പിടിച്ചവരുണ്ടാകാം, പണത്തിന്റെ ഗരിമയിൽ ജീവിച്ച തമ്പ്രാക്കന്മാരുണ്ടാകാം. അവരെ ആരെയും ലോകത്തിന് വേണ്ട. ഞാൻ എൻ്റെ സദസ്സിനോട് ചോദിക്കുകയാണ്, PV നരസിംഹറാവുവിന്റെ ഖബർ എവിടെയാണ്? നരസിംഹറാവുവിനെ അവസാനം ഖബറടക്കിയത് എവിടാ? ഞാൻ ചോദിച്ച ഒരുപാട് സദസ്സുകളിലും ആർക്കും അറിയില്ല. അത് റാവുവിന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമല്ല. ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ പദവി ഉദാത്തമായ ഒരു പദവിയാ. അതുകൊണ്ടാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തീരുമ്പോഴേക്ക് ബറാക്ക് ഒബാമയുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട്. കാരണം വരുന്ന ഗവൺമെന്റ് നല്ല കച്ചവടം ഉറപ്പിക്കാനും കൂടെ ആയിരിക്കും. ഏതായാലും ശരി, നാം അറിയേണ്ടത് അത് ചെറിയൊരു പദവിയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വമോ അതൊന്നുമല്ല എന്റെ വിഷയം. ലോകത്ത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ അടുത്ത കാലത്ത് വിട പറഞ്ഞു പോയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയേണ്ടതില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല. അതുപോലെയാണ് മരിച്ചിട്ട് കേരള യാത്ര നടത്തിയ മുഖ്യമന്ത്രിമാരുണ്ടാകാം, അതുപോലെ പല ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അവരെവിടെയെന്ന് ജനങ്ങൾക്കറിയേണ്ടതില്ല. ലോകത്ത് എത്ര വലിയ തമ്പുരാനായാലും അങ്ങനെയാണ്, ജനങ്ങൾക്കറിയേണ്ടതില്ല. അതേ സമയത്ത് അള്ളാഹുവിനെ അറിഞ്ഞവരാരോ അവരെ മറക്കാൻ ലോകത്തിന് കഴിയൂല. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ മഹാന്മാരായ മുൻഗാമികളെ നമുക്കറിഞ്ഞുകൂടാ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയുടെ അകത്തളത്തിൽ 13 കൊല്ലം സേവനം ചെയ്ത മുത്തുനബിയുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അറിയുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളുടെ മക്കൾക്കറിയുമോ? സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 മഹാന്മാരായ സ്വഹാബത്തിന് നിങ്ങളുടെ മക്കൾക്കറിയുമോ? എന്തിനേറെ പറയണം, ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നു മക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടിയോ? കഴിഞ്ഞ കൊല്ലം ഏകദേശം ശഅബാൻ മാസത്തിൽ ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ ഹയർ സ്കൂൾ വിദ്യാർത്ഥികളുമായി ഒരു ഇന്ററാക്ഷന് അവസരം ലഭിച്ചു. അവരോട് ഞാൻ ചോദിച്ചത് ന്യൂട്ടനെ കുറിച്ചല്ല, ഐൻസ്റ്റൈനെ കുറിച്ചല്ല, സാഗനെ കുറിച്ചല്ല, വിജയനെ കുറിച്ചല്ല, തകഴിയെക്കുറിച്ചല്ല. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നമ്മുടെ എല്ലാമായ മുത്തുനബിതങ്ങൾക്ക് എത്ര മക്കളുണ്ട്
ആണെത്ര പെണ്ണെത്ര അവരുടെ പേരുകൾ ഏതെല്ലാം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരും. മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളോട് നടത്തിയ ഇൻട്രാക്ഷനാണ് ഞാൻ പറയുന്നത്. ഒരു കുട്ടി പോലും കൃത്യമായി പറയാനുണ്ടായില്ല എന്നതൊരു വേദനയാണ്. ഒരു കുട്ടി പോലും കൃത്യമായി പറയാനുണ്ടായില്ല എന്നത് വേദനയാണ്. ഈ സദസ്സിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, സ്വന്തം ഒന്ന് ചോദിക്കുക, എനിക്കറിയുമോ എന്റെ എല്ലാമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമക്കൾ എത്ര പേരാ? ആണെത്രയാ, പെണ്ണെത്രയാ, പേരേതൊക്കെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യവതികളായ ഭാര്യമാരാരെല്ലാം അറിയുമോ നമുക്ക്? അതേ സമയത്ത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലത്തിൽ എത്ര സ്ഥാനാർത്ഥികളാ മത്സരിച്ചതെന്ന് നമുക്കറിയാം. ഇനി വിജയിക്കാൻ പോണത് ആരൊക്കെയാണെന്ന് എക്സിറ്റ് പോളോ എൻട്രി പോളോ ഏതായാലും ശരി, ഏതൊക്കെ മണ്ഡലത്തിൽ എത്രയാ വിജയം പ്രഖ്യാപിച്ചത് നിങ്ങൾക്കറിയാം. അതുപോലെ മുഴുവൻ ക്രിക്കറ്റ് താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും വെള്ളിത്തിരയിലെ തോന്നിവാസികളുടെയും മുഴുവൻ കഥകൾ നമുക്കറിയാം. അതേ സമയത്ത് നമ്മുടെ എല്ലാമായ മാതൃകയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ? नूर की सागर नूर की जलवा नूर की जल का जा मदीना तुझे सलाम. ആരാണ് മദീനയുടെ ഉമ്മരപ്പടിയിൽ നിന്ന് ലോകത്തിന്റെ മുഴുവനും സ്വർഗത്തിന്റെ വഴി അടയാളപ്പെടുത്തിയ നായകരാരാണ്? ലോകമാകമാനമുള്ള മാനവികതയുടെ ഹൃത്തടങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മവിലാസങ്ങൾ അടയാളപ്പെടുത്തി പ്രപഞ്ചത്തിന്റെ മുഴുവനും പ്രണയകുംഭങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച എന്റെയും നിങ്ങളുടെയും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമോ? ആ പുണ്യനബി ആരാണ്? പ്രിയപ്പെട്ടവർക്ക് മുഴുവനും സ്വർഗം നൽകിയ തിരുനബിയാണ്. പ്രിയപ്പെട്ടവര് മുഴുവനും ആരാണ്? ശുഹദാക്കളാണ് പ്രിയപ്പെട്ടവരെല്ലാം. ഇസ്ലാമിന്റെ വിലാസം എവിടെയാണ്? ഇവിടെ ഈ സമുദായത്തിന്റെ മക്കൾ ചില തിരിച്ചറിവുകൾ നേടേണ്ടതുണ്ട്. എനിക്ക് എൻ്റെ മോളോട് സ്നേഹമുണ്ട്, എൻ്റെ മോനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവരിഷ്ടമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കലല്ല. പ്രവാസിയുടെ കയ്യിൽ 4 ചില്ലറ കിട്ടുമ്പോഴേക്ക് എൻ്റെ മോളോ എൻ്റെ മോനോ പറയുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുകയാണ് സ്നേഹമെന്ന് ചിന്തിച്ചു പോയി. ഇല്ല, നമുക്ക് വേണ്ടത് നമ്മുടെ മക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവിയെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു വാപ്പയും ഒരു മോളയും സ്നേഹിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹസനൈനിയെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു വാപ്പായി ഒരു മകനെയും സ്നേഹിച്ചിട്ടില്ല. ആ ലോകത്ത് അത്യുദാത്തമായ പുത്രവാത്സല്യമുള്ള നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയതെന്താ? മദീനയുടെ ഗവർണർ പദവിയായിരുന്നില്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരമായിരുന്നില്ല, മക്കായുടെ ഗവർണർ പദവിയായിരുന്നില്ല, രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഖജനാവായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാ. പ്രിയപ്പെട്ട മോള് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വരികയാണ്. ഫാത്തിമ ബീവിയുടെ കഴുത്തിൽ മിന്നിത്തിളങ്ങുന്നൊരു മാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഖത്തെന്തോ ഒരു ചെറിയ മൗനം. പൊന്നുമോള് ഫാത്തിമ മനസ്സിലാക്കി, മാല എന്റെ വാപ്പാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇസ്ലാം അനുവദിച്ച ആഭരണം, പെണ്ണിന് അനുവദിച്ച ആഭരണം അല്ലാഹു ഹലാലാക്കിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്ത സ്വർഗത്തിന്റെ റാണിയാകേണ്ട പൊന്നുമോൾക്ക് ഈ മാലയോട്, ഈ ഭൗതികമായ ആഭരണത്തോട് വല്ല സ്നേഹവും അമിതമായി വന്നുപോയോന്നാ.
ബുദ്ധിമതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ തിരിച്ചറിയുകയാണ്. ഉടനെ അത് വിറ്റൊഴിവാക്കിയിട്ട് ഒരു അടിമയെ മോചനം നടത്തിയിട്ട് വരുമ്പോ മുത്തുനബി തങ്ങളുടെ മുഖം പ്രസന്നമാവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നുമോളെ വളർത്തിയതെങ്ങനെയാണ്? വഫാത്തിന്റെ നേരങ്ങൾക്ക് മുമ്പ് പൊന്നുമോളെ അടുത്ത് പിടിച്ച് അടക്കം പറഞ്ഞത് എന്താ മോളെ ഫാത്തിമ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ളത് എന്താ? എന്റെ വാപ്പ ഇവിടുന്ന് യാത്രയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേദനയായി. എന്നിട്ട് പൊന്നുമോളോട് പറഞ്ഞത്, മോളെ വാപ്പ ഇവിടുന്ന് പോവാ, ഈ രാജ്യത്തിൻ്റെ അധികാരം മുഴുവനും മോക്ക് തന്നിട്ട് പോവാ, രാജ്യത്തിൻ്റെ ഖജനാവിൻ്റെ മുഴുവനും താക്കോൽ ഇവിടെ വെച്ച് പൂട്ടിയിട്ടുണ്ട് എന്ന് പറയല്ല, മോള് വൈകരുത്, എൻ്റെ കൂടെ വരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വൈകല്ലേ മോളെ, വേഗം എൻ്റെ അടുക്കലേക്ക് വരണം. അത് കേട്ടപ്പോൾ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ടവർക്ക് മുഴുവനും നൽകിയത് സ്വർഗമാ. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉഖറവിയായ ഷഹീദ, ഉമറുൽ ഫാറൂഖ് തങ്ങളെ മെഹ്റാബിലെ ഷഹീദ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഷഹീദുൽ ഖുർആന, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദ, പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദ, പ്രിയപ്പെട്ട സഹോദരൻ ജഅഫർ തയ്യാർ ഷഹീദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഷഹാദത്തിന്റെ പാറിപ്പറക്കുന്ന പദവികളിലേക്ക്, അത്യുജ്വലമായ സീമകളിലേക്ക് പ്രിയമുള്ളവരെ മുഴുവനും പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടത് സ്വർഗമാണ്. അത് ദുനിയാവിലെ സ്വർഗമല്ല. ഹിയ ജന്നത്തുൻ ത്വാബത വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. അനന്തമായ ആരാമത്തിന്റെ അകത്തളത്തിലെ രമ്യകർമ്മങ്ങളുടെ ഉജ്ജ്വലമായ ചാരുതയാണ് മക്കൾക്ക് നൽകേണ്ടത്. താൽക്കാലികമായ ജീവിതത്തിന്റെ സീമകളല്ല. നിങ്ങളുടെ പൊന്നുമോൾക്ക് ഫാത്തിമ ബീവിയെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, അതുപോലെ ആകണമെന്നൊരു ചിന്ത പകർന്നു നൽകണേ. നിങ്ങളുടെ പൊന്നുമോൾക്ക് നഫീസ ബീവിയെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ആ വഴിയെ വരാനൊന്ന് ഉപദേശിക്കണേ. നിങ്ങളുടെ പൊന്നുമോന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. മക്കയിൽ നിന്ന് ചൈനയിലേക്ക് പോയി ഇസ്ലാമിക പ്രചരണം നടത്തി സ്വർഗീയ ആരാമത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കിടക്കുന്ന, സ്വർഗീയ ആസ്വാദനങ്ങളിൽ കിടക്കുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ മറന്നുപോയോ? മൂത്തത്തിന്റെ രണാങ്കടത്തിൽ തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുമ്പോഴും പുണ്യപ്രവാചകന് നൽകിയ പതാക ഇറുക്കി പിടിച്ച ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ മറന്നുപോയോ? അടിവയറ് കുത്തിക്കീറിയിട്ട് കരട് പറിച്ചെടുക്കുമ്പോഴും ഇളകാത്ത ഈമാനിന്റെ പതറാത്ത പാദത്തിന്റെ ചിതറാത്ത ചിത്തത്തിന്റെ മാറാത്ത മനക്കരുത്തിന്റെ പണയം വെക്കാൻ പറ്റൂലാന്ന് അത്യുജ്വലമായ ഉഹദിന്റെ മലയെ സാക്ഷി നിർത്തിയിട്ട് പ്രഖ്യാപിച്ച ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നമുക്ക് നേരില്ല. നമ്മുടെ മക്കൾ ഇസ്ലാമിക് നെയ്മുകൾ അറിയുന്നില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾ ആര്? നമ്മുടെ മക്കൾക്ക് അവരെ കുറിച്ച് അറിയാൻ നേരില്ല. 4 ഖലീഫമാരുടെ ഒരു ബ്രീഫായ ചരിത്രമെങ്കിലും നമ്മുടെ മക്കൾക്കറിയുമോ? ഇന്നലകളിൽ ഇസ്ലാമിന്റെ ഈറ്റില്ലങ്ങളായ പോറ്റില്ലങ്ങളായ പടർക്കളങ്ങളിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച മഹാന്മാരെ അറിയോ? ചാർട്ട്, അസൈൻമെന്റ്, പ്രൊജക്ട്, പള്ളിക്കൂടത്തിന്റെ മുഴുവൻ ചുമരുകളിലും പതിച്ചു വച്ചിരിക്കുന്ന ഏതൊക്കെയോ കുടിയന്മാരുടെയും പിടിയന്മാരുടെയും തോന്നിവാസികളുടെയും ചിത്രങ്ങൾ. ഇത് പറയുമ്പോൾ ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. ഒരു പിടി സാഹിത്യകാരന്മാർക്കും ഒരു പെഗ്ഗകത്തി ചെല്ലുമ്പോഴേ നോവൽ വരൂ. ഒരു പിടി സയന്റിസ്റ്റുകളും അതുപോലെ മദ്യപാനികളോ തോന്നിവാസികളോ ആണ്.
നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐൻസ്റ്റൈൻ്റെയും സാഗൻ്റെയും അതുപോലുള്ള വേർഡ്സ്വർത്തിൻ്റെയും ഷേക്സ്പിയറിൻ്റെയും ഒരുപാട് ആളുകളുടെ പേര് നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. അത് പള്ളിക്കൂടത്തിൽ ജയിക്കാൻ വേണ്ടി പഠിച്ചോട്ടെ, പക്ഷേ അവരുടെ ആരുടെയും ജീവിതം നമ്മുടെ മക്കൾക്ക് അനുധാവനം ചെയ്യാനുള്ളതല്ല. അതേ സമയത്ത് നമ്മുടെ ആയിരക്കണക്കിന് ഇമാമുകളുണ്ട്, അവരുടെ ജീവിതം മുഴുവനും A to Z നമുക്ക് പകർത്താനുള്ളതാണ്. മഹാനായ സയ്യിദുന അൽ ഇമാം അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്ക് എത്ര പേർക്ക് മഹാനവറുകളെ അറിയാം? പേര് കേട്ടിട്ടുണ്ടാകാം, ജീവിതം അറിയുമോ? മഹാന്മാരായ ഇമാമുകളുടെ മുഴുവനും ജീവിതം അറിയുമോ? ആ ഇമാമുകൾ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇമാമുകളുടെ വലിപ്പം അവര് അറിയുന്നില്ല. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? എന്തിനേറെ ഞാൻ ഇമാമിങ്ങളിലേക്ക് പോകണം. നമ്മുടെ എല്ലാമായ जान दे दो वअदे दीदार पर लुत्फ़ुन का आम हो ही जाएगा साइलो दामन सखी का दाम लो कुछ न कुछ इनाम हो ही जाएगा. എല്ലാമായ പുണ്യപ്രവാചകരുടെ ജീവചരിത്രത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർത്ത എത്ര പേരെന്റെ സദസ്സിലുണ്ട്? ഫേസ്ബുക്കിൽ വന്ന എല്ലാ കമന്റും, വാട്സപ്പിൽ വന്ന എല്ലാ തോന്നിവാസങ്ങളും, സോഷ്യൽ നെറ്റ്വർക്കിന്റെ അഡിക്ഷൻ. ഞാൻ സദസ്സിനോട് ചോദിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകമെങ്കിലും നമ്മൾ പൂർണ്ണമായും വായിച്ച് ഒരു ബ്രീഫ് സ്റ്റഡിയെങ്കിലും നമുക്ക് വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ മാതൃക എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ ഈ സദസ്സിനോട് തഅലീമുൽ ഇസ്ലാമിന്റെ മഹനീയമായ സദസ്സിൽ വെച്ച് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമദാനിന് മുമ്പ് ഞാൻ എന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു ചെറിയ പുസ്തകമെങ്കിലും ഞാൻ ഇനിയും വായിച്ചു തീർക്കും. എത്ര സഹോദരന്മാർക്ക് കൈവക്കാൻ പറ്റും? ഇൻഷാ അല്ലാഹ് ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് ഒരു പുസ്തകം വായിക്കും എന്ന് കഴിയുന്നവരൊക്കെ ഒന്ന് കൈവക്കെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സെലക്ട് ചെയ്ത ഒരു പുസ്തകമെങ്കിലും നിങ്ങൾക്ക് തഅലീമിന്റെ ഓഫീസിൽ അവൈലബിൾ ആക്കും. എന്താ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇനി എവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടു തരും. SYS ഇറക്കിയ നല്ല ഒരു പുസ്തകം, അലവിക്കുട്ടി ഫൈസി എടക്കര അവറുകൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്. വേറെയും പുസ്തകങ്ങളുണ്ടാകാം, ഞാനൊന്ന് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പുസ്തകമെങ്കിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വായിച്ചിരിക്കുക. നമ്മുടെ എല്ലാമായ നേതാവിനെ കുറിച്ച് വായിക്കാനുള്ള പ്രതിജ്ഞയെടുത്ത സദസ്സ് ഇൻഷാ അല്ലാഹ് ഇത് മദീനയിലേക്ക് കാഴ്ചവെക്കാനുള്ള സദസ്സാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് ആരെന്നറിയുമോ? മോത്തോ ഹയാത്ത് മേരി ദോനോ തെരേ ലിയേ മറനാ തെരീ ഗലി में जीना तेरी गली में मौतो हयात मेरी. എൻ്റെ മരണവും എൻ്റെ ജീവിതവും ദോനോം തെരേലിയേ, രണ്ടും തങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എന്തേ? മറനാ തെരീ ഗലീമേ ജീനാ തെരീ ഗലീമേ. എൻ്റെ ജീവിതവും എൻ്റെ മരണവും അവിടുത്തെ ഇടവഴിയിലാണ്, അവിടുത്തെ മാർഗത്തിലാണ്. കാരണം എന്തേ? സൂരജ് തജല്ലിയോ സേ सूरज तजल्लियों का हरदम चमक रहा है, देखा नहीं किसी दिन देखा किसी नहीं किसी दिन साया तेरी गली में.
പുണ്യപ്രവാചകരുടെ വിശുദ്ധ പാദുകങ്ങളുടെ മർമ്മരം കൊണ്ട് പുളകമണിഞ്ഞ് ലോകമാകമാനമുള്ള വിശ്വാസികളുടെ ഹൃത്തടങ്ങളിലെ സുവനമായി പൂവനമായി മാറിയ മദീനയുടെ മണ്ണിൽ കിടന്ന് ലോകത്തിന്റെ ചലനങ്ങൾ അറിയുന്ന നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് അകമറിഞ്ഞ് ആഴമുള്ള സ്നേഹം നേടിയിട്ട് പുണ്യ നബിയോട് ചേരണം. അത് ചേർന്ന എത്ര മുഹിബ്ബുകൾ, നമുക്കെത്ര ഇമാമിങ്ങളെ ഇനിയും അറിയാനുണ്ട്. നമുക്ക് പക്ഷേ പഠിക്കാൻ നേരമില്ല. നമ്മുടെ അഖീദയുടെ ഇമാമുകളെ അറിയാൻ നമുക്ക് നേരമില്ല. മഹാനായ ഇമാമുന ത്വബരി റളിയല്ലാഹു അൻഹു ആരാണ്? ലോകപ്രസിദ്ധമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമെഴുതിയ മഹാനാണ്. മഹാനവറുകളെ പറയാണ്, എനിക്കിങ്ങനെ ഒരു തഫ്സീർ എഴുതാനുള്ള ഭാഗ്യമുണ്ടായതെന്താ? എന്റെ വാപ്പ ഒരു സ്വപ്നം കാണുകയാണ്. എന്തേ സ്വപ്നം കണ്ടത്? ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ ഇരിക്കുകയാണ്. അതാ ചരൽക്കല്ലുകൾ നിറച്ച ഒരു പാത്രമുണ്ട്. ഞാൻ ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിലിരിക്കുകയാ. ആ പാത്രത്തിൽ നിന്ന് കല്ല് പിറക്കിയിട്ട് ഞാൻ ഇങ്ങനെ എറിയുകയാ. എന്റെ പ്രിയപ്പെട്ട വാപ്പ കണ്ട കിനാവാണ്. അന്നത്തെ ആലിമീങ്ങളോട് ചോദിച്ചു, ഇതിന്റെ വ്യാഖ്യാനം എന്താണെന്ന്. അവര് പറഞ്ഞു, നിങ്ങളുടെ മകൻ ലോകത്ത് മുഴുവനും അറിയപ്പെട്ട ഒരു ആലിമായി മാറുമെന്ന്. സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും അറിവ് പകർന്നു നൽകുന്ന ഒരു നേതാവായി മാറുമെന്ന്. അതിന്റെ പുലർച്ചെയാണ് ഞാൻ ഇന്ന് തഫ്സീറിന്റെ ഗ്രന്ഥം എഴുതിയതെന്ന് മഹാനവറുകൾ പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണേ. ആ ഹബീബായ നബി തങ്ങളോട് അങ്ങേയറ്റത്തെ ഒരു മഹബ്ബത്ത് വേണേ. നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടവരാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ സയ്യിദന്മാരുടെ ദുആ വരുന്നുണ്ട്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ സദസ്സ് വെറുതെ ഒരു പ്രസംഗത്തിന്റെ സദസ്സല്ല. ഇത് മദീനയുടെ ഉമ്മരത്തേക്ക് ചേർത്ത് വെക്കാനുള്ള സദസ്സാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും നമുക്കൊന്ന് കാണണ്ടയോ? എത്രയെത്ര ഇമാമുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. എല്ലാ ഇമാമീങ്ങളും പുണ്യനബി തങ്ങളുടെ സമ്മാനം വാങ്ങിയവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുകയാണ്. ആ കിനാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ ഒരു വിചാരം, മൻ റആനി ഫിൽ മനാം ഫസയറാനി ഫിൽ യഖ്ളാ. കനവിൽ കണ്ടവൻ നിലവിൽ കാണും, സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെ കണ്ടവൻ ഉണർവിലൊന്ന് കാണും എന്ന ഹദീസ് ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ കിടന്ന് സമയമായപ്പോൾ ഉണർന്ന് അന്ന് രാവിലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അത് മൈമൂന ബീവിയാകാമെന്നാണ് നിവേദനത്തിൽ പറയുന്നത്. അങ്ങനെ ഞാൻ മൈമൂന ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഫഖറജത് ലഹു മിർആത്ത് ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങനെ മൈമൂന ഉമ്മാന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ മൈമൂന ഉമ്മ നബിതങ്ങൾ ഉപയോഗിച്ച കണ്ണാടി എനിക്കെടുത്ത് തന്നു. ഒന്നും ഞാൻ പറഞ്ഞില്ല. കിനാവിൽ നബിതങ്ങളെ കണ്ടവർക്ക് നിലവിൽ നബിതങ്ങളെ കാണാൻ പറ്റുമെന്ന് ഹദീസ് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്.
പിറ്റേന്ന് രാവിലെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരാളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, കിനാവിൽ നബി തങ്ങളെ കണ്ട കഥ പറഞ്ഞില്ല, നിലവിൽ കാണാനുള്ള ആശയം പറഞ്ഞില്ല. പ്രിയപ്പെട്ട മൈമൂന ഉമ്മ അവിടുന്ന് ഒരു കണ്ണാടി എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹിന്റെ കണ്ണാടിയാണ്. ഞാനങ്ങനെ അതിലേക്ക് നോക്കുമ്പോൾ ഫനളറ ഫീഹാ സൂറത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലം യറ സൂറത നഫ്സിഹി. ഇബ്നു അബ്ബാസ് തങ്ങൾ കണ്ടത് മുത്തുനബി തങ്ങളെയാണ്, സ്വന്തം പ്രതിബിംബമല്ല. ഹബീബിനെയാണ് കാണുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അകമറിഞ്ഞ് അകമഴിഞ്ഞൊരു സ്നേഹം വേണം കൂട്ടുകാരാ. ആരെയെല്ലാമാണ് നമ്മൾ കണ്ടത്? വാപ്പാനെ കണ്ടില്ലേ, ഉമ്മാനെ കണ്ടില്ലേ, ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടില്ലേ? എന്നാൽ എല്ലാമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞോ? പ്രിയമുള്ളവരെ, ആ ഹബീബിലേക്ക് അകമറിഞ്ഞൊരു 3 സ്വലാത്ത് നമുക്ക് ചെല്ലാം. ഞാൻ നീട്ടുന്നില്ല, എന്നാലും ഇത് പറഞ്ഞതിൻ്റെ ബറക്കത്തിന് വേണ്ടി നിങ്ങൾ ആ ഉള്ള സ്ഥലങ്ങളിൽ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവോ? എല്ലാവരും ഇരിപ്പിടം മാറേണ്ടൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് നമുക്ക് ഈ സദസ്സിൽ നിന്നൊരു സ്വലാത്ത് സലാം ചെല്ലാം. അറിയുമോ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നളുറു ഇലൽ ഹുജ്റത്തിൽ മുഅത്തറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മുറിയിലേക്ക് നോക്കൽ, വൽ ഖുബ്ബത്തി ശരീഫ, അവിടുത്തെ പച്ച കുബ്ബയിലേക്ക് നോക്കലും, ഇബാദത്തുൻ, അത് ആരാധനയാണ്. കന്നളിരി ഇലൽ കഅബത്തിൽ മുശറഫ, കഅബയിലേക്ക് നോക്കും പോലെ. എന്താ കാരണം? ബിമഅന, അതിന്റെ ലക്ഷ്യമെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഹുജ്റത്തു ശരീഫയുടെ മേലെയുള്ള പച്ച കുബ്ബയിലേക്ക് നോക്കൽ പ്രതിഫലം കിട്ടുന്ന കർമ്മമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, നബി തങ്ങളുടെ ഹുജ്റത്തു ശരീഫയിലേക്ക് നോക്കൽ ഇബാദത്താണ്. കാരണം എല്ലാം അന്ന കുല്ലമാ യകൂനു നളറു ഇലൈഹി യദുല്ലു അലൽ ഹഖി ഫഹുവ ഇബാദ. ഹബീബായ നബി തങ്ങളുടെ ഹുജ്റത്തു ശരീഫയിലേക്ക് നോക്കുമ്പോൾ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയുമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടത് ഇബാദത്താണ്. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് മദീനത്ത് പോയിട്ടുള്ള ആളുകൾ സലാം പറയാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള ആ മുവാജഹത്തു ഷരീഫയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരണം. അല്ലാത്തവർക്കെല്ലാം അറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഹുജ്റത്തു ഷരീഫയുടെ മേലെയുള്ള പച്ച കുബ്ബ, അതൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. രണ്ടാലൊന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊരു 3 സലാം ഇവിടുന്ന് മദീനത്തേക്ക് പറയാം. അള്ളാഹു ഈ സദസ്സും ഈ സ്ഥാപനവും നമ്മുടെ സംരംഭങ്ങളും എല്ലാം മുത്തുനബി തങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തരട്ടെ. അള്ളാഹുവിങ്കിൽ സ്വീകരിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കണ്ണടച്ച് ഒന്നുകിൽ സലാം പറയുന്ന ആ സ്ഥലം മദീനത്ത് പോയിട്ടുള്ളവരുണ്ടാവും, ഉംറയ്ക്കും ഹജ്ജിനും അല്ലാതെയൊക്കെ, അല്ലെങ്കിൽ ആ പച്ച കുബ്ബ രണ്ടാലൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നമുക്കൊരു 3 സലാം മദീനത്തേക്ക് പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക
يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله എല്ലാവരും ഇരിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ സ്വലാത്ത് സലാം മദീനയിൽ നമ്മുടെ എല്ലാമായ നേതാവ് മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി, സലാം പറഞ്ഞാൽ അവിടുന്ന് കേൾക്കും മടക്കുമെന്ന് ഹദീസിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്വലാത്തു സലാമുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. ഞങ്ങളുടെ മഹബ്ബത്ത് നാവിലും വാക്കിലും ഒതുക്കാതെ എല്ലാമായ പുണ്യനബി തങ്ങളുടെ അങ്ങേയറ്റത്തെ ഒരു ഹുബ്ബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള യുവാവേ, എനിക്കും നിനക്കും രക്ഷപ്പെടാനുള്ള ഏക വഴി ഹബീബായ നബി തങ്ങളാണ്. മുൻഗാമികളെ മുഴുവനും ജയിച്ചത് മുത്തുനബി തങ്ങളിലൂടെയാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാം ഖബൂലാക്കി തരുമാറാകട്ടെ. കണ്ടില്ലേ മഹാനായ റബീഉ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മിക്കവാറും സദസ്സിലും ഇത് പറയാറുണ്ട്. കാരണം എന്തൊരു വലിയ മഹാനാണ്, എന്തൊരു വലിയ ഭാഗ്യത്തിൻ്റെ നേതാവാണ്. പറയുമ്പോഴെന്തൊരു ആനന്ദമാണ്. റബീഉ ഇബ്നു ഖിറാശ് തങ്ങളുടെ ജീവിതകാലത്ത് ചിരിച്ചില്ല. മഹാനവറുകൾ വഫാത്തായപ്പോൾ കിടന്ന് ചിരിക്കുകയാണ്. ആരാണ് മഹാനവറുകൾ? ഹബീബായ നബി തങ്ങളുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഗുരുവര്യരാണ് മഹാനവറുകൾ. ചിരിക്കുന്ന ജനാസ കണ്ടിട്ട് ജനങ്ങൾക്ക് മനസ്സ് വരുന്നില്ല എടുത്തു മാറ്റാൻ, കൊണ്ടുപോയി ഖബറടക്കാൻ. ഉടനെ ഒരശരീരിയാണ് നബിതങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ഖബറിൽ. വേഗം ജനാസ എടുക്കണേ. ഉടനെ ജനാസ എടുത്തുകൊണ്ടുപോയി. അല്ലാഹുവേ, ഞങ്ങൾക്കും അവസാനം ആ പുണ്യ നബിതങ്ങളെ കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന നിലക്ക് ഒരു മരണം തരണേ അല്ലാഹ്. ഈ നല്ല സദസ്സിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് കാണണം എന്ന നീയത്തോടുകൂടി മാത്രം. ഞാനത് പറയാൻ അർഹനല്ല. ഞാൻ ഒന്നിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒന്നും പറയാൻ അർഹതയുള്ളവരല്ല. മക്കളായ തങ്ങന്മാരിവിടെ ഉണ്ട്. ഞാൻ അവിടുത്തെ ജീവചരിത്രത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും എനിക്ക് കാണണം. മദീനത്ത് ചെന്നൊന്ന് സലാം പറയണം. ഹബീബ് തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടൊന്ന് മരിക്കണം എന്ന നല്ല നീയത്തോടെ നിങ്ങൾ മുത്തുനബി തങ്ങളുടെ അനന്തര സ്വത്തായ ഇൽമ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന് സഹായിക്കണം. ഇൻഷാ അല്ലാഹ് എനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണണം എന്ന നീയത്തോടുകൂടി ഈ നല്ല സദസ്സിലേക്ക് ആദ്യം ഒരു 10,000 റുപ്യ തരാൻ പറ്റുന്ന ആരാ ഉള്ള ഒരാൾ ഇൻഷാ അല്ലാഹ് ഒരു 10,000 റുപ്യ ഇൻഷാ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം, എനിക്കൊന്ന് മദീനയിലേക്ക് എത്തണം എന്ന നീയത്തോടുകൂടി ഒരു 10,000 റുപ്യ സദസ്സിൽ വെച്ച് ഏൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? കൂടുതൽ ആളുകളോട് വലിയ സംഭാവന ചോദിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ ഈ സദസ്സിൽ വെച്ച് ഈ മഹനീയമായ സദസ്സിനെ സഹായിക്കുന്നവർക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഹബീബിനെ ഒന്ന് കാണാൻ ആശ വെച്ച് കൊതിച്ച് ഏറ്റെടുക്കുന്നതാരാണെങ്കിലും അവർക്ക് നീ അത് നൽകണേ റബ്ബേ.
ആരെങ്കിലും ഒരാളുണ്ടോ ഈ സദസ്സിന്? ഇൻഷാ അല്ലാഹ് ഒരു 10,000 റുപ്യ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് അവിടുത്തെ മദീനയിലെത്തണം, ഒരു തവണയെങ്കിലും ആ പുണ്യനബി തങ്ങളെ ഒന്ന് കാണണം എന്ന നിയ്യത്തോടുകൂടി ഒരു 10,000 റുപ്യ ഈ സദസ്സിന് നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? അൽഹംദുലില്ലാഹ് സ്റ്റേജിൽ നിന്ന് ഒരു ഉസ്താദ് തന്നെ ഏറ്റു. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ, നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളത് നൽകാൻ പറ്റുന്നവരോ പറയാൻ പറ്റുന്നവരോ അല്ല, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പല സദസ്സിലും 1,00,000 ചോദിച്ചപ്പോൾ നൽകിയവരുണ്ട്, 10,000 നൽകിയവരുണ്ട്, ആഭരണങ്ങൾ നൽകിയവരുണ്ട്. ഉമ്മമാര് പെങ്ങന്മാര് മദീനയിലെത്താൻ കൊതിച്ചിട്ട് ആഭരണങ്ങൾ നൽകിയവരുണ്ട്. അവർക്കും നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഇവിടം ഇതേറ്റെടുത്ത ആ സഹോദരന്, ആ പണ്ഡിത സുഹൃത്തിന് അല്ലാഹുവേ ഈ സദസ്സ് ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഇജാബത്ത് നൽകണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ സംഭാവന നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരു 1000 രൂപ വെച്ച് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് നൽകാൻ പറ്റുന്ന സഹോദരങ്ങളൊക്കെ നൽകണം. അല്ലാഹു തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ VC മുഹമ്മദ് കോയ തങ്ങളെ 10,000 റുപ്യ അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. അവരെ പേരമക്കളാണ്, വല്യുപ്പാനെ കാണാൻ കൊതിയുള്ളവരാണ്, അർഹതയുള്ളവരാണ്, വിളിക്കുമ്പോൾ ലഭിക്കുന്നവരാണ്. നീ ഇജാബത്ത് നൽകണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. 2 ആള് പറഞ്ഞതുകൊണ്ട് ഇനി ഒരാളും കൂടി ഇൻഷാ അല്ലാഹ് ഒരു 10,000 റുപ്യ പറയാൻ പറ്റുന്നവരുണ്ടോ? അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാളും കൂടെ ആ നല്ല നിയ്യത്ത് വെച്ച് ഈ മഹനീയമായ സദസ്സിന് ഒരു 10,000 റുപ്യ ദീനിയായ സ്ഥാപനത്തിന് നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളും കൂടി അല്ലാഹു തആല നമുക്കെല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ സദസ്സുകളിൽ പലപ്പോഴും ആഭരണങ്ങളും 1000ങ്ങളും നൽകിയിട്ട് സന്തോഷം ലഭിച്ച വിവരങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ ബർക്കത്തുകൾ ഞങ്ങളുടെ സദസ്സിന് നീ നൽകണേ റഹ്മാനേ, ഇജാബത്ത് നീ നൽകണേ റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാളും കൂടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലുണ്ടോ? ഒരു 10,000 റുപ്യ നൽകാൻ പറ്റില്ല. അൽഹംദുലില്ലാഹ്. അബ്ദുറഹീം അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങൾ തന്നെ ഞങ്ങൾ വല്ലാത്ത മോശക്കാരാണ്, ഒന്നും പറയാൻ അർഹരല്ല. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം മദീനയുടെ രാജാവാണ്. ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന് ഈ നല്ല നിയ്യത്തോടെ ഒരുപാട് ആളുകൾ രോഗം മാറാനും വിഷമങ്ങൾ മാറാനും ഹലാലായ മുറാദുകൾ ഹാസിലാകാനും ഒക്കെ നിയ്യത്ത് ചെയ്തവരുണ്ടാവും. എന്നാൽ ഈ നല്ല സദസ്സിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് വെച്ച് ഈ സദസ്സിനെ സ്നേഹിച്ച് ഒരു 1000 റുപ്യ തരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് തരിക. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഉള്ളവരും കൂടെ കൊണ്ടുവന്നേ. ആരെങ്കിലും ഒരാളൊന്ന് തന്നു തുടങ്ങാൻ പറ്റുന്ന ആരാണ്? കുഞ്ഞാപ്പു സാഹിബ്. അൽഹംദുലില്ലാഹ് തങ്ങളങ്ങ് മേടിച്ചാൽ ഒരു 1000 റുപ്യ ഇൻഷാ അല്ലാഹ് നൽകാൻ പറ്റുന്നവരൊക്കെ കൊണ്ടുവരിക. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച് ഈ സദസ്സിലേക്ക് സംഭാവന നൽകുന്ന ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. അവർക്ക് ഹബീബായ നബി തങ്ങളെ ഒന്ന് കാണാനുള്ള അവസരം നൽകണേ അല്ലാഹ്. മദീനയിലേക്ക് അവരെ നീ ഒരുപാട് തവണ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഒന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഒരു 1000 റുപ്യ നൽകാൻ പറ്റുന്നവരൊക്കെ എഴുന്നേറ്റ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ നൽകുക. ഈ സ്ഥാപനമൊക്കെ നടത്താൻ ഒരുപാട് ചെലവുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയും. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് വെച്ചിട്ട് പോയ അനന്തര സ്വത്താകുന്ന ഇൽമ്
അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സേവനം ചെയ്ത പ്രതിഫലം കിട്ടാനാണ്. അല്ലാഹുവേ, സഹായിച്ചവരെ ഒക്കെയും നീ സഹായിക്കണേ റഹ്മാനേ. ഈ തഅലീം എന്ന സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ടാകാം, ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാഹ്. സഹോദരിമാർ നമ്മുടെ വഴുത് കേൾക്കുന്നുണ്ട്. എവിടെ സഹോദരിമാര് ഇൻഷാ അല്ലാഹ് ചെറിയ മക്കള് ബക്കറ്റും കൊണ്ട് വരുമ്പോൾ നല്ല സംഭാവന നൽകുക. ഏതെങ്കിലുമൊക്കെ സഹോദരിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞ സദസ്സിൽ ആഭരണം നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുത്തുവിട്ടാൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ഇവിടെ തങ്ങളവറുകൾ ദുആർക്കും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എല്ലാവർക്കും ബറക്കത്തിന്റെ ഭക്ഷണമുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവന 1000 500 കുറയ്ക്കാത്ത നല്ല സംഭാവന ഇൻഷാ അല്ലാഹ് തങ്ങളുടെ കയ്യിൽ എല്ലാവരും കൊണ്ടൊന്ന് കൊടുക്കുക. എന്നിട്ട് അതേ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നാൽ ദുആയും ഭക്ഷണവും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും വരിക നല്ല സദസ്സിൽ. യാ സയ്യിദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമീ നഹറുൻ ഇലാ നഹ്വി സ്വബാബതി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അഅമാഖിനാ ഖൈമമുൻ മിനൽ ഇജ്ലാലി വൽ ഇക്റാമി. അല്ലാഹുവേ, ഈ സദസ്സിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചിട്ട് അവിടുത്തെ പേരക്കുട്ടിയുടെ കയ്യിലേക്ക് നൽകുന്ന ഈ സംഭാവന നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ മദീനയിലൊന്ന് എത്താൻ കൊതിച്ചിട്ടാ നൽകുന്നത്. നീ അവരെ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. നിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് സ്വർഗം ചോദിക്കാനും ഹജറുൽ അസ്വദ് മുത്തിമണത്തിട്ട് നിന്നോടൊന്നടുക്കാനും മുത്തുനബി തങ്ങളുടെ വാതിൽക്കൽ വന്നൊന്ന് സലാം പറയാനും ഞങ്ങൾക്കും ഇവിടെ സംഭാവന നൽകുന്നവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങൾ ഉള്ളറയിൽ ഒതുക്കി വെച്ചിട്ടാ വരുന്നത്. എല്ലാവരുടെയും ഉള്ളറിയുന്ന നാഥാ, നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഇത് പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ നഗരിയ, അറിവ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ മുറ്റമാ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന പള്ളിയുടെ ചാരത്താ. അല്ലാഹ്, ഇവരെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും 1000 തവണ മദീനയിലെത്തിക്കണേ അല്ലാഹ്. അവിടെ ചെന്നിട്ട് എല്ലാവരും പച്ച കൊബ്ബ കാണുന്നുണ്ട്, മദീനയിലെ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ മദീനയുടെ നായകരെ കാണുന്നവര് വളരെ കുറവാ. ഞങ്ങൾ അവിടെ വരുമ്പോ റസൂലുള്ളാഹിനെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ഹബീബിനെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ആ നിയ്യത്തോടെ ഇവിടെ സംഭാവന ചെയ്യുന്നവരെ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. സഹോദരങ്ങളെ, കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന നിയ്യത്തോടെ പുണ്യനബി തങ്ങളുടെ ഒരു പേരക്കുട്ടിയുടെ കൈ പിടിച്ചാലും കൂലിയുണ്ട്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഒന്ന് വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന നൽകി. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നുള്ള നല്ല നിയ്യത്തോടെ ഹബീബിന്റെ പൊന്നോമന മക്കളുടെ പരമ്പരയിൽപ്പെട്ടവരുടെ കൈയൊന്ന് പിടിക്കുമ്പോ അല്ലാഹുവേ, നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ്. ദാരിദ്ര്യമുള്ളവരുണ്ട്, ധനം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളുള്ളവരുണ്ട്, മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളുള്ളവരുണ്ട്, ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, പ്രയാസങ്ങളേറെയുള്ളവർ, രോഗങ്ങളാൽ അലട്ടപ്പെടുന്നവർ, എല്ലാവർക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകി അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നാൽ തങ്ങളവറുകളുടെ ദുആയും നിങ്ങളുടെ കൈകളിലേക്ക് ഇൻഷാ അല്ലാഹ് ബറക്കത്തിന്റെ ഭക്ഷണം എത്തും. ആത്മീയ സദസ്സ് സാധാരണ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസാണ്. ഇവിടെയും അതിനു മുമ്പുള്ള നസീഹത്ത് ഉസ്താദ് നിർവഹിച്ചു. അത് സദസ്സിന് മുമ്പുള്ള സ്വാഗതമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. ഇൻഷാ അല്ലാഹ് ദിക്റും ദുആയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ നടക്കും. ഉബൈദ് 10,000 രൂപ. അല്ലാഹുവേ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ.
പ്രവർത്തകരും സുന്നത്തി ജമാഅത്തിന്റെ മുഹിബ്ബീങ്ങളുമായ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൗദി അറേബ്യയിലെ അൽ അഹ്സ എന്ന് പറയുന്ന നാട്ടിലെ നമ്മുടെ ICF-ൻ്റെയും RSCയുടെയും പ്രവർത്തകരിൽ ഒരാളാണ് അഹ്മദ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ്റെ മകള് പെട്ടെന്നൊരു ആണിയെടുത്തങ്ങ് വിഴുങ്ങി. ആണിയെടുത്ത് വിഴുങ്ങിയപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ ദുആ ചെയ്തു. അവിടുന്ന് നേർച്ചയാക്കി, ഉള്ളാളത്തുപ്പാപ്പാൻ്റെ പേരിൽ ഞാനൊരു യാസീൻ നേർച്ചയാക്കുന്നു, അള്ളാഹുവേ എൻ്റെ കുട്ടിയുടെ ആ പ്രയാസം മാറ്റിത്തരണേ അള്ളാഹ്. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ ആമാശയത്തിൽ ആണിയുണ്ട്, കുട്ടിക്കൊരു പ്രയാസവുമില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇത് ചിലപ്പോൾ അവിടുന്ന് മലത്തിലൂടെ അങ്ങ് പോയിക്കോളും, അതുകൊണ്ട് നിങ്ങൾ വല്ല പ്രയാസം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, ഇപ്പോൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൊണ്ടുപോയി ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞു, കുട്ടിക്കൊരു പ്രയാസവും ഇല്ല, മലത്തിലൂടെ ഇട്ട് പോയിട്ടുമില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. സ്കാൻ ചെയ്യുമ്പോൾ നേരത്തെ ആണി കിടന്ന സ്ഥലത്ത് വായു, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇതെവിടെങ്കിലും ഇനി മാറി കാണാത്തതാണോ, കുറച്ചുകൂടും കൂടി നിരീക്ഷിക്കാൻ പറഞ്ഞു. പിന്നെ ചെല്ലുമ്പോൾ അവിടെ വായുവില്ല, അണിയുമില്ല, ഒരു പ്രയാസവും ഇല്ല. ആ കുട്ടിയും വാപ്പയും ഉമ്മയും ഒക്കെ മലയാളികളാണ്, കൊല്ലം ജില്ലയിലെ പുനലൂരുകാരാണ്, ഇപ്പോൾ അൽ അഹ്സയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവരുടെ കയ്യിൽ ആ എക്സ്റേയും സ്കാനിങ്ങും എല്ലാം കയ്യിൽ വെച്ചിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഉള്ളാളത്തുപ്പാപ്പാൻ്റെ പേരിൽ യാസീൻ നേർച്ചയാക്കി ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല വലിയൊരു വിഷമത്തിൽ നിന്ന് മാറ്റിത്തന്നു എന്ന്. അതാ അവർ നല്ല സന്തോഷത്തോടുകൂടി പറയാം. ആ കുടുംബക്കാർ